ലൈവിൽ ഇല്ലായിരുന്നു. അത് ചില സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് ലൈവിൽ വരാൻ കഴിയാതെ പോയത്. ക്ഷമിക്കുക. പിന്നെ ഇന്ന് നമ്മൾ ബേസിക്കായിട്ട് ഒരു വിഷയം സംസാരിക്കാമെന്ന് കരുതുന്നത് എങ്ങനെ ഒരു നല്ല മദ്യപാനിയാകാം എന്നതിനെ കുറിച്ച് സംസാരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിനിടയിൽ നമ്മൾ എന്താ പറയാ മറ്റു വിഷയങ്ങളൊക്കെ നിങ്ങളുടെ ചാറ്റിൽ കമന്റിൽ അനുസരിച്ചിട്ട് പലതും നമ്മൾ സംസാരിക്കും. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഈ മദ്യപാനം എന്നത് വലിയൊരു ആപത്താണെന്നും അതുപോലെ അത് ഈ സമൂഹത്തിന് മൊത്തത്തിൽ വിപത്താണെന്നും പിന്നെ ഇവിടെ എന്താ പറയാ മറ്റ് രോഗങ്ങൾ അതുപോലെ മറ്റ് വളരെ പ്രയാസമുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് ആരോഗ്യവകുപ്പും സർക്കാരും ഒക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് അതേ സർക്കാർ നമ്മളെ മദ്യം കുടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ന്യൂ ഇയറിന് കണ്ടില്ലേ കോടിക്കണക്കിന് എത്ര 300 400 800 കോടി രൂപന്റെ മദ്യമാണ് വിറ്റത്. അത്രത്തോളം മദ്യമുണ്ട്. നമ്മൾ രൂക്ഷമായ കടക്കണിയിലാവുമ്പോഴും അത്രത്തോളം മദ്യം ഇവിടെ വിറ്റ് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മലയാളികൾ കള്ളു കുടിക്കാൻ പഠിക്കണ്ടേ, മദ്യപിക്കാൻ പഠിക്കണ്ടേ എന്നാ എന്റെ ചോദ്യം. നിങ്ങളൊന്ന് പ്രതികരിച്ചാൽ നന്നാവും. എന്റെ അഭിപ്രായത്തിൽ മലയാളികൾ മദ്യപിക്കാൻ പഠിക്കണം എന്നാണ്. മലയാളിക്ക് മദ്യപിക്കാൻ അറിയില്ല. നമ്മളൊക്കെ കരുതുന്നത് ഒരു കുപ്പി വാങ്ങിക്കൊണ്ട് വന്ന് കുറച്ച് വെള്ളവും സോഡയും കൊണ്ടുവച്ച് വല്ല അച്ചാറോ മിച്ചറോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവച്ച് അങ്ങ് അടിച്ചു വിടുന്നതാണ് മദ്യപാനം എന്നൊരു പക്ഷേ കരുതുന്നുണ്ടാകാം. പക്ഷെ അതല്ല മദ്യപാനം എന്ന് പറയുന്നത്. ഇവിടെ സർക്കാർ ബിവറേജസ് അതിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മദ്യമാണ് ഓരോ സ്ഥലത്തും സ്റ്റോക്ക് ചെയ്തേക്കുന്നത്. ഇതൊക്കെ മലയാളികളായിട്ടുള്ള നമ്മൾ 3.5 കോടി ജനങ്ങളെ കൊണ്ട് കുടിപ്പിക്കാൻ തന്നെയാണ്. പിന്നെ അതിനെല്ലാം പുറമെയാണ് ബാറുകളിലുള്ള മറ്റ് ഷോപ്പുകൾ. അതും കഴിഞ്ഞ് പിന്നെ കള്ളുഷാപ്പുകളുണ്ട്. ആ കള്ളുഷാപ്പുകൾ പിന്നെ ഇതൊക്കെ പോരാഞ്ഞിട്ടാണ് കള്ളവാറ്റ് ഒക്കെ ഉള്ളത്. അപ്പൊ ഞാൻ മദ്യം എങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസം ഞാൻ ലൈവിൽ വരാത്തതിന് ചില കാരണങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മദ്യപാനവുമായി ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങൾ പലർക്കും ഉണ്ടായി. ആ പ്രശ്നങ്ങളിൽ ആ പ്രയാസങ്ങളിലൊക്കെ ഇടപെട്ട് പിന്നെ അതൊക്കെ പരിഹരിച്ച് ചിലരുടെയൊക്കെ മദ്യപാനമൊക്കെ നിർത്തി ഒക്കെ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നി ഇതിങ്ങനെ പോയാൽ പറ്റൂല. കാരണം ഒരു 4-5 കേസുകൾ കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്തു. അതങ്ങനെയാ, ഏതെങ്കിലും ഒരു കേസ് വന്നാൽ പിന്നെ പടപടേന്ന് കുറെ കേസുകൾ വരും. ആ കേസുകളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി മലയാളിയെ കള്ളു കുടിക്കാൻ പഠിപ്പിച്ചേ പറ്റുള്ളൂ എന്നാണ്. ഡിഫറൻറ്റ് ആംഗിൾസ് എന്നാണല്ലോ നമ്മുടെ ചാനലിന്റെ പേര്. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചാറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയിടണം. അപ്പോഴാണ് എനിക്കൊരു പ്രോത്സാഹനം. പിന്നെ ആ ലൈക്കും ഒന്ന് കുത്തിപ്പൊട്ടിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എഴുതിയിടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നോട്ടിഫിക്കേഷൻ പോകും. ഇപ്പൊ എന്റെ ചാനൽ ഇപ്പൊ കുറച്ച് റീച്ച് കുറഞ്ഞു നിൽക്കുകയാണ്. ഈ യൂട്യൂബിന് അങ്ങനെ ചില കുഴപ്പമുണ്ട്. ചില സമയത്ത് ചിലരുടെയൊക്കെ താഴെ ചവിട്ടിയിടും. ഇപ്പോ ചവിട്ടി കിടക്കുന്ന ഒരു സമയമാണ്. പിന്നെ എന്നിട്ടും അതിനിടയിൽ കൂടി 2-3 ദിവസം 3-4 ദിവസം 5 ദിവസം അതുകൊണ്ട് ഒരാഴ്ചയോളം ലൈവില്ലായിരുന്നല്ലോ. അപ്പോൾ അതിന്റെ ഒരു പോരായ്മയുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് നോക്കിയപ്പോ കഴിഞ്ഞ 3-4 ദിവസമായി നമ്മൾ കയറി ഇറങ്ങിയ മേഖലയിൽ ഉണ്ടായ ആ വിഷയത്തെ ഒന്ന് പരിഹരിക്കാനും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. 2-3 കേസുകൾ വിജയിച്ചു എന്ന് തന്നെ കരുതാം. ഇനി കള്ളു കുടിക്കില്ലായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ഇതൊരു സർക്കാർ ഇത്രയധികം കള്ള് ഈ ബിവറേജസിലൂടെയും അല്ലാതെ ഈ പറഞ്ഞ എന്താ പറയാ ബാറുകളിലൂടെയും ഇനിയും ബാർ ലൈസൻസ് കൊടുക്കുന്നെന്നാ പറയണേ. ഈ ചെറിയ 2 സ്റ്റാർ 3 സ്റ്റാർ ഒക്കെ ഉള്ള ബാറുകൾ ഇനി 5 സ്റ്റാറും 4 സ്റ്റാറും ഒക്കെ ആക്കാൻ പോണെന്ന് കേട്ടു. അപ്പോ കിട്ടുന്ന പണം മുഴുവൻ കള്ളു കുടിപ്പിച്ച് വാങ്ങാൻ അതിന്റെ ടാക്സ് എത്ര ടാക്സ് ആണെന്നറിയോ? 600-1000 ഇരട്ടിയാണ് ടാക്സ് എന്ന് പറഞ്ഞത്.
30 രൂപയുടെ മദ്യം എന്ന് പറഞ്ഞാൽ 1200 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 30-40 രൂപ ഒരു 100 രൂപയ്ക്ക് താഴെയുള്ള ചിലവുള്ള സാധനം 1250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത്രത്തോളം ലാഭമാണ്. അത്രത്തോളം ലാഭമായിട്ടും സർക്കാർ നഷ്ടമെന്ന് പറയുമ്പോൾ ഇത്രയധികം വിറ്റ മാത്രം പോരല്ലോ, വിറ്റിട്ട് എങ്ങനെ കുടിക്കണമെന്ന് സർക്കാർ പഠിപ്പിക്കുന്നില്ല. ഇപ്പോ ഒരു സ്കൂള് നിർമ്മിച്ചിട്ട് ആ സ്കൂളിൽ ക്ലാസ് റൂമൊക്കെ ഉണ്ടാക്കി ഒരു സിലബസും ഉണ്ടാക്കി ആ സിലബസ് അനുസരിച്ച് അധ്യാപകർക്ക് ട്രെയിനിങ്ങും കൊടുത്ത് എങ്ങനെയാണ് അവിടെ പഠിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി അവർ പഠിപ്പിച്ചു വിടുന്നുണ്ട്, ഇല്ലേ? കൃത്യമായി പഠിപ്പിച്ചു വിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അതിനേക്കാൾ ഏറെ എന്താ പറയാ റവന്യൂ ഉള്ള കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ സ്വാധീനിക്കുന്ന കൊട്ടാരം ക്രിയേഷൻസ്, ഹായ്, 3.5 കോടി ജനങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു മഹാസംഭവമാണ് സത്യത്തിൽ ഈ കള്ളുകുടി എന്ന് പറയുന്നത്. ഇത്രയധികം കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടന്നിട്ടും, അതായത് ഏതാണ്ട് ഒരു 10-800 കോടി രൂപ കൊണ്ടും ഈ ന്യൂ ബസാർ 300 കൃത്യമായിട്ട് എനിക്കറിയില്ല. ആരെങ്കിലും ഒന്ന് നോക്കിയിട്ടൊന്ന് പറയും, ഒന്ന് ടൈപ്പ് ചെയ്തിടേ എത്ര കോടിയാണെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയത്. ഏതായാലും 100-300 കോടിക്ക് മേലുണ്ട് ഒരു ദിവസം കുടിച്ചതാണ്, ഒറ്റ ദിവസം കുടിച്ചത്. അത്രയും രൂപ കള്ളു കുടിച്ച് സർക്കാരിന്റെ ഖജനാവിലേക്ക് അതിനുള്ള പണം എത്തിക്കുന്നുണ്ടെങ്കിൽ, നികുതിയായിട്ട് പണം എത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലാഭവും സർക്കാരിനാണ്. കാരണം ബീവറേജസിലൂടെ വിറ്റ കണക്കായി പറയുന്നത്, ബാറിൽ വിറ്റ കേസല്ല. അപ്പൊ അത്രയും കോടിയുടെ ബിസിനസ്, 100-300 കോടി രൂപയുടെ ബിസിനസ് ഒരു ദിവസം നടക്കുന്ന ഒരു വ്യാപാരമാണ് മദ്യ വ്യാപാരം എന്ന് പറയുന്നത്. പക്ഷെ ആ മദ്യം എങ്ങനെ കുടിക്കണമെന്ന് സർക്കാർ പഠിപ്പിക്കണില്ല. തെറ്റല്ലേ? ഞാൻ ചോദിക്കുകയാണ്, തെറ്റല്ലേ? സർക്കാർ പഠിപ്പിക്കണ്ടേ എങ്ങനെയാണ് മദ്യപിക്കേണ്ടത് എന്ന്? ഞാൻ ലോക രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളൊന്നും സഞ്ചരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ കുറെ ആൾക്കാർ യൂറോപ്പിലുണ്ട്. അതുപോലെ ഇവിടെ സഞ്ചാരം, സന്തോഷ് ജോർജ് കുളങ്ങര അങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതല്ലാതെ മറ്റ് ചില സുഹൃത്തുക്കളൊക്കെ പല ഭാഗത്തു നിന്ന് പറയാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, മദ്യം നന്നായിട്ട് ഉപയോഗിക്കുന്ന നാട്ടുകാരാണ് യൂറോപ്യൻസ് എന്ന് പറയുന്നത്. അവര് ഏത് പെട്ടിക്കടയിലും ഏത് എന്താ പറയാ കൂൾ ബാറിലും മദ്യം കിട്ടും. കൊട്ടാരം ക്രിയേഷൻസ് മദ്യം കുടിക്കുന്നതിന് ഒരു നിയമമുണ്ട്. ആ നിയമം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൂടെ ഒന്ന് സംസാരിക്കാം കേട്ടാ. ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കൊട്ടാരം ക്രിയേഷൻസ്, നമുക്ക് അത് തന്നെയാണ് വിഷയം. ഓക്കെ, അതിനെ കുറിച്ചാണ് സംസാരിക്കാം. അപ്പോൾ അത്രയും ആ നാടുകളിൽ സകല കൂൾ ബാറിലും സകല പെട്ടിക്കടകളിലും ബിയറും അതുപോലെ വൈനും മറ്റ് ഹാർഡ് ലിക്കറും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിൽക്കണമെന്നല്ല, അവർ മദ്യപിക്കുന്നത് പോലെ മദ്യപിക്കാൻ എന്തുകൊണ്ട് പഠിപ്പിച്ചുകൂടാ? മറ്റു രാജ്യങ്ങൾ, ഈ പറഞ്ഞ രാജ്യങ്ങളിൽ എവിടെയും ആൾക്കാർ കള്ളു കുടിച്ചിട്ട് എവിടെയെങ്കിലും വീണ് കിടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടില്ല. അത് പക്ഷേ അമേരിക്കയിലുള്ള ചില ഭാഗത്തൊക്കെ മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് ആരൊക്കെയോ മയക്കുമരുന്നൊക്കെ കുത്തിവെച്ചിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. അതിൽ വാസ്തവമുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രചരിക്കുന്നതാണ്, ഉണ്ടാകാമില്ലായിരിക്കാം. പക്ഷെ രണ്ടായാലും അവിടെ ആ സമൂഹത്തിൽ ഒരു വീട്ടിൽ ഇത് മദ്യപിക്കുന്നതിനോ അല്ലെങ്കിൽ വൈൻ കുടിക്കുന്നതിനോ അല്ലെങ്കിൽ ബിയർ ബിയർ എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം കുടിക്കുന്ന പോലെ, നമ്മളിവിടെ ജ്യൂസ് കുടിക്കുന്നത് പോലെ അവർ കുടിക്കുന്നത്, അങ്ങനെ കുടിക്കുന്നതിനോ ഒന്നും ഒരു വിലക്കും അവിടെ ഇല്ല. പബ്ലിക്കായിട്ട് ഇരുന്ന് തന്നെയാണ് മദ്യപിക്കുന്നത്, പബ്ലിക്കായിട്ട് ഇരുന്ന് തന്നെയാണ് ബിയർ നുണയുന്നത്, പബ്ലിക്കായിട്ട് തന്നെയാണ് വൈൻ കുടിക്കുന്നത്. പക്ഷെ ഇവിടെ ഞാൻ 20 വർഷമായി മദ്യം ഉപയോഗിക്കുന്നു. പക്ഷെ ഒരു തവണ ഒഴിച്ച് ഞാൻ പൂസായിട്ടില്ല. ആ ഒരു തവണ കിട്ടിയ ഫുൾ ഒന്നായിട്ട് അടിച്ചിട്ടുണ്ടാവും അല്ലേ? അതല്ലേ സംഭവിച്ചത്? ഫുൾ അല്ലെങ്കിൽ ഹാഫ്, അത് അങ്ങോട്ട് അടിച്ചങ്ങോട്ട് തീർത്തിട്ടുണ്ടാവും. അങ്ങനെയാണത്. അതായത് മദ്യത്തെ കൊട്ടാരം കഴിക്കുന്നതിന്റെ സ്ഥാനത്ത് കൊട്ടാരത്തെ മദ്യം കഴിച്ചതുകൊണ്ടാണ് മദ്യം പൂസായത്. അത് തന്നെയാണ് വിഷയം. ഈ 3 ബക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പൂസാവുന്നത് ഏത് സാധനം? യുവർ ഫോം എന്റെയോ? ഞാനത് ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഞാനത് ഉപയോഗിക്കാറില്ല. ഞാൻ ബാറിൽ പോകാറുണ്ട്.
മദ്യം കഴിക്കുന്നവരോട് ഒത്തിരിക്കാറുണ്ട്. സ്പ്രൈറ്റ് കുടിക്കാറുണ്ട്. ചിലപ്പോ പിന്നെ സ്പ്രിന്റ് ആണെങ്കിൽ അത് സോഡ കഴിക്കാറുണ്ട്. കള്ള് ഷാപ്പിൽ പോകാറുണ്ട്. കള്ള് ഷാപ്പിൽ പോയിട്ട് ഷാപ്പിലെ ഊണ് കഴിക്കാറുണ്ട്. ഷാപ്പിലെ മീൻകറിയും കപ്പയും കഴിക്കാറുണ്ട്. എല്ലാം കഴിക്കാറുണ്ട്. ഷാപ്പിലും ബാറിലും ഒക്കെ ഞാൻ പോകും. പക്ഷെ മദ്യപിക്കാറില്ല. താല്പര്യമില്ലാഞ്ഞിട്ടാണ്. അല്ലാതെ ഇപ്പൊ താല്പര്യം അതിൽ മാത്രമല്ല. ആട്ടിറച്ചി ഞാൻ കഴിക്കാറില്ല. ആട് എല്ലാവർക്കും ആട് ഭയങ്കര പ്രിയമാണ്. അതുകൊണ്ട് പക്ഷെ ഞാൻ കഴിക്കില്ല. അതുപോലെ മറ്റ് 1, 2 ഈ കാടമുട്ടയുണ്ട്. അത് ഞാൻ കഴിക്കില്ല. അങ്ങനെ കുറെ കാര്യങ്ങള് പിന്നെ ഞാൻ കഴിക്കാറില്ല. അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ മദ്യപിക്കില്ല എന്ന് പറഞ്ഞ് വലിയ ആവേശം മൂത്ത് ഞാൻ മ മ മദ്യത്തിനെതിരാണ്. മദ്യം പിന്നെ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എനിക്കത് താല്പര്യമില്ലാത്തത് കൊണ്ട് ഇപ്പൊ ആട്ടിറച്ചി ഞാൻ കഴിക്കില്ല. എല്ലാരും ആടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ മട്ടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചങ്ങോട്ട് കയറ്റി എത്ര കിട്ടിയാലും. പക്ഷെ എനിക്കതിന് താല്പര്യമില്ല. അതേസമയം കോഴിയാ തിന്നും. ഒരു കോഴിയൊക്കെ ഒന്നായിട്ട് പുഴുങ്ങി വെച്ച് കഴിഞ്ഞാലും ഞാനങ്ങട്ട് ഇരുന്ന് തിന്നും. അതുപോലെ മദ്യം ഞാൻ കഴിക്കാറില്ല. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ അത് ഒരു കേടാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ മദ്യത്തെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കേടുണ്ടാകാൻ സാധ്യതയില്ല. മദ്യം മനുഷ്യനെ കഴിക്കുമ്പോഴാണല്ലോ അത് വിഷയം വരുന്നത്. പക്ഷെ ഇവിടെ നമ്മളെ സർക്കാർ അത് പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ കൊട്ടാരം ക്രിയേഷൻസ് പറഞ്ഞു ഇപ്പോഴും അടിച്ചിട്ടുണ്ട്. ഒരു പെഗ് അടിച്ച് ഇരിക്കുകയാണ് ഡെയിലി. അപ്പൊ അങ്ങനെ മദ്യം കഴിച്ചതിന് ശേഷം ഒരു പെഗ് മദ്യം കഴിച്ച് വീട്ടിൽ കുത്തിയിരുന്ന് അവനവന്റെ കാര്യങ്ങൾ നോക്കി അല്ലെങ്കിൽ അങ്ങാടിയിലായാലും എവിടെയായാലും അവനവന്റെ നിലമറക്കാതെ നാക്ക് കുഴയാതെ ഏതോ ഒരു സിനിമയിൽ പറയല്ലോ 4 അടിച്ചാലും നാക്ക് കുഴയാതെ നഗരം നഗരം മഹാസാഗരം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ 1000, 1200, 1300 കൊടുത്തിട്ട് ഇനിയിപ്പോ മാജിക് മൊമെന്റ് ഒക്കെ വാങ്ങി കഴിക്കേണ്ടി വരും. നാക്ക് കുഴയാതെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ കൊട്ടാരം? അതാകുമ്പോ പെട്ടെന്ന് നാക്ക് കൊഴിച്ചിലൊക്കെ മാറിക്കോളും. അഥവാ കൊഴിച്ചിൽ വന്നാലും. പക്ഷെ മദ്യം എങ്ങനെ കഴിക്കണം എന്നുള്ളത് സർക്കാർ പഠിപ്പിച്ചേ പറ്റൂ. ഇത്രയധികം കച്ചവടം നടക്കുന്നുണ്ട്. 300 കോടി രൂപയ്ക്ക് പുറത്ത് 400 കോടി രൂപയുടെ ബിസിനസ് ഒരു ദിവസം നടക്കുന്ന ഒരു നിലയിലേക്ക് ഇവിടെ ഈ കച്ചവടം വളർന്നിട്ടുണ്ടെങ്കിൽ ആ മദ്യം എങ്ങനെ കഴിക്കണമെന്ന് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം, അത് കഴിക്കേണ്ട സ്വാതന്ത്ര്യം സർക്കാർ ഉണ്ടാക്കി കൊടുക്കണ്ടേ? സത്യത്തിൽ ഇവിടെ ഇത്രയധികം മദ്യപാനികൾ ഉണ്ടാകുന്നതും മദ്യം കഴിച്ച് പുറത്തിറങ്ങാറില്ല. ഇവിടുത്തെ മദ്യം കഴിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഇവിടെ മദ്യം കിട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പിരിറ്റ് കലക്കി കൊടുക്കുക, കളർ കലക്കി കൊടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ ഈ മദ്യം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. ഒരു ദിവസം 300, 400 കോടി രൂപയുടെ മദ്യം ആൾക്കാർ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള കുടിയാണ് കുടിച്ചതെന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ആരാണ് ഈ മദ്യം ഇങ്ങനെ കഴിക്കാനായിട്ട് നിർബന്ധിക്കുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സർക്കാർ തന്നെയാണ് എന്ന് മനസ്സിലാവും. ഗവൺമെന്റ് ആരുടെയും വായിൽ ഒഴിച്ചു കൊടുക്കുന്നതല്ലല്ലോ. മാറേണ്ടത് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുണ്ട്. ഒരിക്കലും അല്ല, ഗവൺമെന്റ് തന്നെയാണ് മാറേണ്ടത്. ഗവൺമെന്റ് ഓരോരുത്തരുടെയും വായിൽ ഒഴിച്ചു കൊടുക്കുക തന്നെയാണ്. വായിൽ ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അമ്മാതിരി എന്നിട്ട് വിറ്റന്റെ കണക്കും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കൊടുക്കുക. ഗവൺമെന്റ് തന്നെയാണ് ഇതിന്റെ കുഴപ്പം. അതായത് ഗവൺമെന്റ് മദ്യം വിൽക്കട്ടെ, ഒരു കുഴപ്പമില്ല. അത് ബിവറേജിലൂടെയും ബാറിലൂടെയും ഇന്ന സ്ഥലത്തുള്ള മാത്രമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് മദ്യം സാർവത്രികമായി കേരളത്തിലുടനീളം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും മദ്യപിക്കുന്നില്ല. ആവശ്യത്തിന് മാത്രമേ മദ്യം കഴിക്കുള്ളൂ. ഇത് ഒരു അപൂർവ കാഴ്ച വസ്തുവായിട്ട് വല്ലപ്പോഴും ഒരിക്കൽ ഇങ്ങനെ കിട്ടുന്നതായിട്ട് വളരെ രഹസ്യമായിട്ട് കഴിക്കേണ്ട ഒരു സാധനം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ക്യൂരിയോസിറ്റി വരും. ആ ക്യൂരിയോസിറ്റി വരുമ്പോൾ അത് ആൾക്കാർ കൂടുതൽ കഴിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോ മറ്റ് മേഖലകളിൽ പോകണമെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളോ മറ്റു രാജ്യങ്ങളോ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ മദ്യം സുലഭമാണ്. യഥേഷ്ടം ലഭിക്കും. ഏത് പെട്ടിക്കടയിലും ലഭിക്കും. ഏത് കൂൾ ബാറിലും ലഭിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഈ തരത്തിൽ മദ്യപിക്കുന്നില്ല. അതാണ് അതിന്റെ വാസ്തവം. പിന്നെ കേരള ഇതൊരു പൊളിറ്റിക്സ് ഇല്ല കേട്ടോ നമ്മൾ സംസാരിക്കുന്നത്. മദ്യം ആരുടെയും വായിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിവിധ വിലയിലുള്ള വിവിധ എന്താ പറയാ നിലവാരത്തിലുള്ള കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള ഈ സാധനം പിന്നെ എന്തിനാണ് ഈ ബിവറേജ് കോർപ്പറേഷനിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചേക്കണത്? മനുഷ്യൻ പോയി വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാം?
നമ്മുടെ നാട്ടിൽ ഒരു പെഗ് എന്ന് പറഞ്ഞാൽ 60 മില്ലി. ഒരു ഫുൾ എന്ന് പറഞ്ഞാൽ 12.5 പെഗ്. എനിക്കറിയില്ല കേട്ടോ അത്. ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ 16 പെഗ്. എന്ന് പറഞ്ഞാൽ ഞാൻ 1 ലിറ്റർ മേടിച്ചാൽ 10, 12 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. നല്ലത്. അത് ഏതാണ് എന്നും കൂടി നോക്കണം. ഏതായാലും പിന്നെ ബിനു ചർച്ചയിൽ സജീവമായിട്ട് ബിനു കേരളയാണ് പങ്കെടുക്കുന്നത്. ബിനു കേരള പറഞ്ഞത് തത്വത്തിൽ ശരി തന്നെയാണ് കേട്ടോ. ഞാനത് എടുക്കുന്നില്ല. ആരും സർക്കാർ ഇപ്പൊ പിണറായി സഖാവോ ഇനി അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് മൂപ്പരോ കൊണ്ടുവന്നിട്ട് ആരെയും വായ തുറന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇത്രയും അധികം ജനം അവിടെ കഴിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, ഇത് ചെലവാകണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണല്ലോ ഇവരതെല്ലാം കൂടി കെട്ടിത്താങ്ങി അവിടെ കൊണ്ട് വെച്ചേക്കണത്. അല്ലാതെ ആരും കുടിക്കരുത്, ആരും വാങ്ങരുത് എന്ന് പറഞ്ഞിട്ടല്ലല്ലോ. ആണോ? കാലാകാലങ്ങളിൽ നമ്മുടെ സർക്കാരിന് റവന്യൂ ഉണ്ടാക്കാൻ 2 സോഴ്സേ ഉള്ളത്. വേറെ വിഷയമാണ്, എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 8 കോടിയല്ല, 8 കോടിയൊന്നുമല്ല, 8 കോടിയൊന്നുമല്ല, 8 കോടിയൊന്നുമല്ല. 8 കോടി അത് 8 കോടിക്ക് മേലെ ഉണ്ട്. എന്താ പറയുന്നത്? 8 കോടി എന്ന് പറഞ്ഞാൽ കുറച്ചല്ലേ ഉള്ളൂ. പുതുവത്സരത്തില് ഇപ്പൊ നമ്മള് ചാറ്റ് ജിപിടിക്ക് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംസാരം മുടങ്ങും. അതുകൊണ്ട് ഞാൻ കൊടുക്കണില്ല. കൊട്ടാരം ക്രിയേഷൻസ് അഭിപ്രായം പറഞ്ഞോ? അഭിപ്രായം പറയാനല്ലേ നമ്മൾ ചാറ്റ് വിൻഡോ തുറന്നു വെച്ചേക്കുന്നത്. അതുപോലെ സിറിൽ സ്റ്റാർ വൈകിയില്ലേ? ബിനു കേരള, നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങളെ അഭിപ്രായം പറയണം. നമ്മള് തന്നെയാണ് നിൽക്കുന്നത്. നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞ് സംസാരിക്കുമ്പോഴാണുള്ള കാര്യമാകുന്നത്. ഞാൻ എന്റെ അഭിപ്രായം പറയാം. എന്റെ ഒപ്പീനിയൻ ഞാൻ പറയാം. എല്ലാ കൂൾ ബാറിലും അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലും മദ്യം സുലഭമായി വാങ്ങാൻ കിട്ടണം. മദ്യം, അതുപോലെ ബിയർ, ആൽക്കഹോൾ വാങ്ങാൻ കിട്ടണം. അത് സാർവത്രികമായി കഴിഞ്ഞാൽ അത് കഴിക്കുന്നത് ഒരു പ്രശ്നമല്ലാതായി തീരണം. അത് കഴിച്ചുകൊണ്ട് അതേസമയം അത് കഴിച്ചുകൊണ്ട് അങ്ങാടി കിടക്കുന്നതും അത് കഴിച്ച് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്നതും ഒരു ക്രിമിനൽ കുറ്റത്തിനേക്കാൾ ഉപരി പിന്നെ അവർക്ക് തന്നെ ഒരു നാണക്കേടാണ്. മറ്റുള്ളവർ കണ്ടാൽ ഷെയിമാണ് എന്ന രീതിയിൽ ഒരു എഡ്യൂക്കേഷൻ വരണം. ഇവിടെ അതില്ല. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. നമ്മൾ കാറിൽ സഞ്ചരിക്കുകയാണെന്ന് കൂട്ടിക്കൊള്ളു. കാറിലോ ബസ്സിലോ ഏതെങ്കിലും ഒരു വാഹനത്തിൽ ഫ്ലൈറ്റിലൊഴികെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൂട്ടും. അങ്ങനെ ആ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാക്കറ്റ് ഓറഞ്ച് നമ്മുടെ കയ്യിലുണ്ട്. ആ ഓറഞ്ച് പൊളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ തോല് പുറത്തേക്ക് എറിയും, ഇല്ലേ? ഒരു മിഠായി തിന്നു കഴിഞ്ഞാൽ നമ്മളൊരു മിഠായി പൊളിച്ച് തിന്നാൽ ആ തോല് അവിടെ പുറത്താണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ഇടും. ഇത് നമ്മൾ പഠിച്ച ശീലമാണ്. എന്നാൽ ഞാനും എന്റെ കുടുംബവും, ഞാൻ വലിയ വർത്തമാനം പറയുന്നില്ല. എന്റെ കാർ എത്തിയോസ് ബേസ് ആണ്, വാലുള്ള വണ്ടിയാണ്. അതിന്റെ ഫ്രണ്ടില് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ രണ്ട് സൈഡിലെ പോക്കറ്റിൽ നിറച്ച് മിഠായിന്റെ തോലും അതുപോലെ ഒരു കീസിൽ ചിലപ്പോ ഇതിന്റെ കവറും അതുപോലെ ഈ നാരങ്ങന്റെ തോട്, നാരങ്ങ എന്നാ ഞങ്ങൾ പറയാ ഓറഞ്ചിന്റെ തോല് എല്ലാം ഇങ്ങനെ ഇരിക്കുന്ന കാണാം. എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ ഒഴിവാക്കാൻ മറന്നതാണ്. ഞങ്ങൾ വലിച്ചെറിയാറില്ല. അപ്പൊ അതുപോലെ ചില സംസ്കാരങ്ങൾ നമ്മൾ പഠിക്കണമെങ്കിൽ വിനു സാറ് പറയുന്നു, അതാണ് പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും മാറി ചിന്തിക്കുക. അത് തന്നെയാണ്. അതായത് മദ്യം എങ്ങനെ കഴിക്കണം എന്ന് നമ്മൾ മാറി ചിന്തിക്കണം. നമ്മളിപ്പോ മദ്യം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ എടുത്തുകൊണ്ട് വരുന്നു, 2 or 3 പേര് ഇരുന്നിട്ട് അങ്ങോട്ട് അടിച്ച് ആഘോഷിക്കുന്നു, കുറെ കോഴി അങ്ങോട്ട് പൊരിച്ചു വെച്ച് അത് തീരുന്നവരെ അടിക്കുന്നു. അതാണ് നമ്മളെ അടി എന്ന് പറയുന്നത്. അത് മാറണം. അത് ഫാമിലി ആയിട്ട് പോകുന്നവർ അങ്ങനെ, അതല്ലെങ്കിൽ ഞാനൊരു ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ പേരൊന്നും പറയുന്നില്ല കേട്ടോ. നമ്മുടെ ആ ഒരു സംസ്കാരം ഇവിടെ വന്നിട്ടില്ലല്ലോ. ഏറ്റവും അധികം കുടിക്കുന്നത് ഛത്തീസ്ഗഡ്കാർ. ഓക്കെ. അതെനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് പുതിയ അറിവാണ്. ഛത്തീസ്ഗഡ് വലിയ സംസ്ഥാനമല്ലേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. മാത്യു സാർ നമസ്കാരം. വിനു സാറേ നമസ്കാരം. കൊട്ടാരം ക്രിയേഷൻസ്. ഒരു ഫാമിലി, 3 ആൺമക്കളും അപ്പനും അമ്മയാണ് ഉള്ളത്. അതിൽ അമ്മ മദ്യപിക്കില്ല. അപ്പൊ അപ്പൻ പറയും, ഇന്ന് വരുമ്പോഴേ എന്തെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോരെ എന്ന് പറയും. അപ്പോ കൊള്ളാവുന്ന ബ്രാൻഡ് ഏതെങ്കിലും എടുത്തോണ്ട് വരുന്നു. എടുത്തോണ്ട് വന്നിട്ട്
അവിടെ കൊണ്ടുവന്ന് വെക്കും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അമ്മ കഴിക്കാനുള്ളത്, അതിന്റെ കൂടെ കഴിക്കാനുള്ളത് എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കും. അവര് മക്കള് 3 മക്കളും അപ്പനും കൂടെ 4 പേരും കൂടി ഇരുന്ന് ഓരോ പേക്ക് ഇരുന്ന് കഴിക്കും. ബാക്കി എടുത്ത് പാത്ത് വെക്കും. അമ്മ നേരെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിലോ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് വെക്കും. പിന്നെ അവിടെ ഇരുന്ന് ഇതിന്റെ ബാക്കി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അവർ സുഖമായിട്ട് എഴുന്നേറ്റ് പോകും. ഇത് പിന്നെ ആ ബാക്കി വരുന്നത് പിന്നെ എടുക്കുന്നത് 1 മാസമോ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓണം, അതുപോലെ വിഷു, ക്രിസ്മസ്, പെരുന്നാള് എന്ത് വന്നാലും അവരെ വീട്ടിൽ ഒന്ന് പൊട്ടും. പക്ഷെ അത് അവര് 4 പേരും കൂടെ ഇരുന്നിട്ട് കഴിക്കുക. ഈ 4 പേരും പുറത്ത് അങ്ങാടിയിൽ വെച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കമ്പനിക്കാരോടൊപ്പം പോയി കഴിക്കുകയോ ബാറിൽ പോയി കഴിക്കുകയോ അല്ലെങ്കിൽ കള്ളുഷാപ്പിൽ പോയി കള്ളു കുടിക്കുകയോ അങ്ങനെ യാതൊന്നും ചെയ്യില്ല. അവർ മദ്യപിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വീട്ടിലിരുന്ന് അവർ 4 പേരൂടെ ഇരുന്ന് മദ്യപിക്കും. അതിലിപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചു, മക്കളിൽ ഒരാൾ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച ആളും അതിന്റെ വൈഫും അവിടെ ഉണ്ട്. അവരും ഈ അമ്മയ്ക്കൊപ്പം കൂടും, മദ്യം കഴിക്കില്ല. അപ്പോൾ ഇതാണ് അവരുടെ എനിക്കത് വളരെ ഇഷ്ടമാണ് ആ രീതി. കാരണം അവർ മദ്യം അവർ വീട്ടിലിരുന്ന് അവർ കഴിക്കുന്നു. അവർ 4 പേരും ഒരുമിച്ച് കഴിക്കുന്നു. ഒരു കുറവായിട്ട് കണക്ക് കൂട്ടുന്നില്ല. ഈ മദ്യമെല്ലാം ഈ സർക്കാർ ഇങ്ങനെ വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ അത് വിൽക്കുമെന്നും അത് ആൾക്കാർ വാങ്ങി കുടിക്കുമെന്നും അറിയാലോ, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അതിനതൊരു മോശം ഇമേജ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കൊട്ടാരം ക്രിയേഷൻസ് ഫ്ലൈറ്റിൽ സാധനം കിട്ടും എത്ര വേണമെങ്കിലും, പക്ഷെ ആലമ്പുണ്ടാക്കിയാൽ പിന്നെ കിട്ടില്ല എന്ന് മാത്രമല്ല ഏത് രാജ്യത്തിന്റെ ഫ്ലൈറ്റ് ആണോ ആ രാജ്യത്തിന്റെ നിയമമാണ് ബാധകമാകത്തും. എനിക്കത് അറിയില്ല കേട്ടോ. ഞാൻ സത്യത്തിൽ ഇതുവരെ ഫ്ലൈറ്റിൽ കയറാത്ത മനുഷ്യനാണ്. കയറേണ്ട ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി വേണ്ടി വരും, കാരണം എൻ്റെ മറ്റു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി വരുന്നുണ്ട്. പെട്ടെന്ന് പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഫ്ലൈറ്റ് ഒക്കെ എടുക്കേണ്ടി വരും. പക്ഷെ ഇതുവരെ ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അതുപോലെ ബിനിസാറെ, ഞാൻ എന്ത് സാധനം കഴിച്ചാലും അതിന്റെ വേസ്റ്റ് വലിച്ചെറിയാതെ ബാഗിൽ സൂക്ഷിച്ച് പിന്നെ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കാറാണ് പതിവ്. എന്റെ മക്കളെയും ഞാൻ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതാണ് ഗ്രേറ്റ്, അതാണ് വേണ്ടത്, അതാണ് സാർ വേണ്ടത്. അത് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ തുടങ്ങിയാൽ മതി. നമ്മളെ കുട്ടികൾ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുക. ഇപ്പൊ ഞാൻ മദ്യപിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് മദ്യപിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കൊട്ടാരം ഗ്രീഷ്യസ് നിങ്ങൾ ഇങ്ങോട്ട് പോരെ, ഉമ്മ ഇവിടെ ഉണ്ടെന്ന്. ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. കൊട്ടാരം ഇത് കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിക്കട്ടെ, ലൈവ് കഴിഞ്ഞിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കേ. അത് തന്നെ ബിനുസാറേ, ചില മലയാളികൾ മദ്യം വാങ്ങിയത് തീർക്കുന്നതാണ് കണക്ക്. അത് തന്നെ, അതായത് ഒരു ബോട്ടിൽ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വെക്കുന്നു, ഇരുന്നങ്ങോട്ട് അടിച്ചങ്ങോട്ട് തീർക്കുന്നു. അത് തന്നെയാണ് മദ്യം. അങ്ങനെ കഴിക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. എന്നാലേ തീരുള്ളൂ, അല്ലേ? എന്നാലേ സംഗതി അവിടെ ഇരിക്കുന്ന സാധനം തീരുള്ളൂ. സർക്കാരിന് പിന്നെ എന്താ പറയാ, ഇനി വേണ്ട, ഇനി വേറൊന്നും കൂടി പറഞ്ഞുതരാം. ഈ പിന്നെ ബാറിന്റെയും അതുപോലെ ഈ ബിവറേജിന്റെയും അടുത്ത് പോലീസ് നിൽക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. മദ്യം വാങ്ങി ബില്ലും കൊടുത്ത പുറത്തേക്ക് വരുമ്പോ അവനെ പിടിച്ച് പെറ്റിയടിക്കുക. എന്ത് ഓലക്കമേലെ പരിപാടിയാണ്. അങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് കുറച്ച് ആൾക്കാർ. എന്തൊരു ഇതാണ്. അപ്പൊ മദ്യം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു നമ്മൾ സാധാരണ ജ്യൂസ് കുടിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോലെ മാന്യമായ ഒരു രീതിയിൽ മദ്യം കഴിക്കുന്നത് ക്രിമിനൽ കുറ്റമല്ല എന്ന് മനസ്സിലാക്കണം. ഒരല്പം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്പം ബിയർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിഷയമല്ലാതിരിക്കണം. അതേസമയം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മദ്യം കഴിച്ചിട്ട് ഒരാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, മറ്റുള്ളവർ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർ അത് മോശമായിട്ട് കാണാൻ തുടങ്ങും. അപ്പൊ ഇയാൾ മദ്യം കഴിച്ചുകൊണ്ട് ഇറങ്ങാത്തൊരു സിറ്റുവേഷൻ വരും. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ മദ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും കഴിക്കാനും പറ്റില്ല, എപ്പോഴും വാങ്ങാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പിന്നെ ബെനിസാറ് പറയുന്നത് പോലെ എവിടെന്നെങ്കിലും ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് തീർക്കും. അത് ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ അറിയാലോ, ഓരോ പേക്ക് അത് കഴിച്ചിട്ട് അത് ഫുള്ള് തീർത്തിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ആടി എവിടെയെങ്കിലും ഒക്കെ വീണ് പിന്നെ അയാളൊരു കുടിയനായിട്ട് പിന്നെ അറിയപ്പെടും. ഒരു മോശം ഇമേജ് ഉണ്ടാക്കി ആ നാട്ടിലെ ഒരു കുടിയൻ, അന്താരാഷ്ട്ര കുടിയനാക്കി അയാൾ ചിത്രീകരിക്കപ്പെടും. പിന്നെ അയാൾ മദ്യത്തിന് അടിമയായി പോവാണ്. നേരെ മറിച്ച് മദ്യം എന്ന് പറയുന്നത് അത് വാങ്ങാനും അത് ആവശ്യമെന്ന രീതിയിൽ ഒരു എന്താ പറയാ ഒരു ചിയേഴ്സ് പറഞ്ഞ് കഴിക്കാനും പറ്റിയൊരു സാധനമാണ് യൂറോപ്യൻ സ്റ്റൈലിൽ. ഞാൻ അങ്ങനെ പറയുന്നത് എല്ലാ സ്ഥലത്തും ലഭ്യമാകുകയാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ഒരു 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 ഇതില്ലായി വരും. എല്ലാ സ്ഥലത്തും കാണുന്ന സാധനം എവിടെയും കിട്ടുന്ന സാധനം ആർക്കും വേണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, എല്ലായിടത്തും കിട്ടും. ഇപ്പോ
മന്തി ആർക്കെങ്കിലും വേണോ? ഒരു കാലത്ത് മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര പ്രിയമായിരുന്നു. ഇപ്പൊ മന്തിയോട് മന്തിയാണ്. ഇപ്പോ ഞാൻ താമസിക്കുന്നത് കൊണ്ടോട്ടിക്ക് അടുത്ത് കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കിഴിശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പക്ഷേ പിന്നെ GST കൊടുത്ത് മദ്യം മേടിച്ചവൻ ജയിലിൽ പോകുന്ന അവസ്ഥയാണ്. സത്യാണ് സാറേ കൊട്ടാരം, സത്യാണ്. അപ്പൊ കിഴിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ സത്യത്തിൽ ഒരു മന്തി ഉണ്ടാക്കുന്നില്ല. കിഴിശ്ശേരി മന്തി എന്ന് പറഞ്ഞൊരു മന്തി ഫേമസ് ആണ്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കിഴിശ്ശേരി മന്തി. തെക്കൻ കേരളത്തിലൊക്കെ എത്തുമ്പോൾ കിഴിശ്ശേരി മന്തി എന്ന് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ കിഴിശ്ശേരിക്കാര് ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ട് ആരോ ഒരാൾ ഒരു മന്തി ഉണ്ടാക്കിയിട്ട് അതിന് കിഴിശ്ശേരി മന്തി എന്ന് പേരിട്ടു. പക്ഷെ കിഴിശ്ശേരി മന്തിയും വേണ്ട, വടശ്ശേരി മന്തിയും വേണ്ട, ഇപ്പൊ തലശ്ശേരി മന്തി ഇപ്പൊ ആർക്കും വേണ്ട, തലശ്ശേരി ബിരിയാണി, ഇങ്ങനെ പല പേരിട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആർക്കും സത്യത്തിൽ അത് വേണ്ട. എല്ലായിടത്തും അത് തന്നെയുള്ളത്. സാർവത്രികമായി ഉള്ളത് കൊണ്ട് അതിനെന്തില്ല, ഒരു വാല്യൂ ഇല്ല. ഇപ്പം അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല. അത് ആരും പോയി കഴിക്കുന്നുമില്ല. നേരെ മറിച്ച് അതും ഇതുപോലെ സ്ട്രിക്റ്റ് ആക്കണമെങ്കിൽ ബിരിയാണി വിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ മന്തി വിൽക്കാൻ പാടില്ല, അത് ബിവറേജ് മുഖാന്തരം കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊടുക്കാൻ പാടുള്ളൂ, ഇങ്ങനെ മന്തി ഷോപ്പുകൾ തുടങ്ങാൻ പാടില്ല എന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ മന്തി വാങ്ങിക്കൊണ്ട് ആൾക്കാർ റോഡിൽ നിരന്ന് കിടക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ ഉള്ളൂ. ശരിക്കും മദ്യം കഴിക്കുന്നത് എങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് പഠിപ്പിച്ചേ പറ്റൂ. പഠിപ്പിച്ചില്ലെന്നുള്ള വലിയ അപകടമാണ്. ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് മദ്യം എന്തെന്നറിയാം. പക്ഷെ അവർ മദ്യം എങ്ങനെ കഴിക്കണം എന്ന് അറിയാത്തത് കൊണ്ട് ഈ ലഹരിക്കടിപ്പെട്ട് പോയാണ് പിള്ളേര്. അവര് ഇപ്പൊ ഒരു മദ്യ ഷോപ്പിൽ വന്നിട്ട് ഒരു ബിയർ കഴിക്കാൻ അവർക്ക് പറ്റില്ല. ഒരു ബിയർ വാങ്ങി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആധുനിക കാലഘട്ടമാണ്, ഇതൊക്കെ കണ്ടുപഠിക്കുന്ന കാലമാണ്. ആ ബിയർ ഒരു കൊടിയ മദ്യമായിട്ട് കാണുന്നു. പിന്നെ അതിന്റെ ചോദ്യം ചെയ്യല്, വേളം വെക്കല് എല്ലാമാണ്. എന്നാൽ അതേ സ്ഥാനത്ത് എല്ലാ വീടുകളിലും അങ്ങനെ മദ്യപിക്കുന്ന ശീലമുള്ളവരുണ്ടെങ്കിൽ അവരവരുടെ വീടുകളിൽ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. എന്നാൽ അവർ പുറത്തിറങ്ങി മദ്യപിക്കില്ല, പുറത്തിറങ്ങി ബഹളം വെക്കില്ല, മറ്റു കൂട്ടുകെട്ടുകളിൽ പോയി മദ്യപിക്കില്ല, മറ്റു കമ്പനികളൊന്നും ചെയ്യില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം അതിന്. നമ്മുടെ JSCA അറിയല്ലോ, ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ. ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് 24 അവേഴ്സ് മദ്യം കിട്ടും. മിക്കവാറും ഞാൻ 3 ദിവസം മദ്യം, കൊട്ടാരം 3 ദിവസം മദ്യം ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ സാർ, കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിൽ പോയാൽ അടിച്ച് റോഡിൽ കിടക്കുന്നത്. അവരൊന്നും മാഹിയിലുള്ളവരല്ല, ഇത് കഴിക്കാൻ വേണ്ടി പോകുന്നവരാണ്. മദ്യം സുലഭമാക്കുകയാണെങ്കിൽ കുറെ മാറ്റം വരും. മദ്യം യഥേഷ്ടം ലഭിച്ചാല് ഒരു വിഷയമുണ്ട് സാറേ, ബിനു സാറേ, നമ്മള് ഇവിടുത്തെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു സിസ്റ്റം ബേസ്ഡ് അല്ല. കുട്ടികളെ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം അല്ല നമ്മുടെ. ഇവിടെ സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പർ, സർട്ടിഫിക്കറ്റിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ്. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞാൽ SSLC സർട്ടിഫിക്കറ്റ് കിട്ടും, +2 കഴിഞ്ഞാൽ +2ന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും, ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രി കിട്ടും, PG കഴിഞ്ഞാൽ PG കിട്ടും, പിന്നെ PhD കഴിഞ്ഞാൽ ഡോക്ടറേറ്റ് കിട്ടും. ഇങ്ങനെ കുറെ ഡിഗ്രികൾ കിട്ടുമെന്നല്ലാതെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സാമൂഹിക പ്രതിബദ്ധത കാണിക്കേണ്ടത് എന്നൊന്നും പഠിപ്പിക്കുന്നില്ല. അത് കൃത്യമായി പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മദ്യപിക്കുന്നത് എന്നുകൂടെ കിട്ടും. എന്നുവെച്ചാൽ മദ്യം കഴിപ്പിക്കുന്നതല്ല, മദ്യം എന്താണെന്നും. ഇപ്പൊ ഞാനൊരു വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം, അപ്പൊ മനസ്സിലാകും. സെക്സ്, സെൻഷ്വാലിറ്റി, ഇതിനെക്കുറിച്ച് പറയുന്നത് മഹാപാപമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് സ്കൂളിലെ ബയോളജി ടീച്ചേഴ്സ്, ആണായാലും പെണ്ണായാലും. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു കോളമാണ്, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് തുറക്കുന്ന കുഴലാണ് യോനി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു 1-2 പാരഗ്രാഫ് ഈ ടീച്ചർ വായിക്കാതെ അത് അപ്പുറം കടന്നങ്ങ് പോകും. അത് കടന്നങ്ങ് പോയിട്ട് അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതെന്തോ ഒരു മഹാപാപമാണ് എന്ന് ചിന്തിക്കുകയാണ്. ഈ ജനറ്റിക് ഓർഗൻസും കണ്ണ്, മൂക്ക്, അതുപോലെയുള്ള ഒരു നോർമൽ പ്രാധാന്യമേ അതിനുള്ളൂ എന്നും ഓരോന്നിനും ഓരോ എന്താ പറയുക യൂസേജ് ആണെന്നും എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്താൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. അപ്പൊ അത് ആ ഒരു വിഷയം. ഇപ്പൊ എനിക്ക് 2 കുട്ടികളാണുള്ളത്. അവർ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാളെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യം അവർക്ക് വരും. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കും, നമ്മൾ പറഞ്ഞു കൊടുക്കണം വ്യക്തമായിട്ട്. അത്തരത്തിൽ നമ്മൾ വിവരങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർ ശരിയായ വിവരങ്ങൾ മനസ്സിലാക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്ത്
മറ്റുള്ളവർ, കൂട്ടുകാർ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ലാത്തവർ ആരെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും അവർ പഠിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ തെറ്റായ വിവരങ്ങളായിരിക്കും അവർ മനസ്സിലാക്കുന്നത്. ആ സ്ഥാനത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് എക്സാമ്പിൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ വരും. ദാറ്റ് ഇസ് എഡ്യൂക്കേഷൻ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് കിടക്കുന്നത്. ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പഠിപ്പിക്കണമെങ്കിൽ മദ്യം ഒരു വിഷയമേ അല്ല. മദ്യം തുറന്നിടാം. ബാറിൽ നിന്ന് മദ്യം കഴിച്ച് പുറത്തു വരുമ്പോൾ പോലീസ് വഴിയിലുണ്ട് എങ്കിലും പിടിക്കാറില്ല സിറിൽ സാർ. സാറേ, അവിടെ വേറൊരു വിഷയമുണ്ട് സാറേ. അവർ പിടിക്കാറില്ലെന്നുള്ള സത്യമാണ്. പക്ഷെ നമ്മൾ അപമാനിക്കാറുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ. ഈ ബാറിൽ നിന്ന് വരുന്ന ഒരാളെ പിടിച്ച് തന്നെ, ഒരു മാന്യമായ വസ്ത്രം ധരിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവനെ ഊതിക്കണം, പിന്നെ എടാ പോടാ വിളി, ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. അത് മര്യാദയ്ക്ക് സംസാരിക്കാൻ അവർക്കും ഇല്ല. പിന്നെ സാർ പറയുന്നത് പോലെ എഡ്യൂക്കേഷൻ വളരെ പ്രധാനമാണ്. എഡ്യൂക്കേഷൻ വളരെ പ്രാധാന്യമാണ്. എഡ്യൂക്കേഷൻ ഇല്ല ഇവിടെ. പേഴ്സണാലിറ്റി എഡ്യൂക്കേഷൻ ഇല്ല. ഒരു വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. ഇവിടെ ഉള്ളത് മോട്ടിവേഷനുകളുമാണ്. മോട്ടിവേഷനുകളും സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കുന്ന പീസ് ഓഫ് പേപ്പറും. അത് ഇല്ല എന്നുള്ളത് സത്യമാണ്. കൊട്ടാരം ക്രിയേഷൻസ് മദ്യം കഴിക്കുന്നത് ഒരു പെഗ് എടുത്താൽ 3 തവണ സിപ്പ് ചെയ്യുക. 60 മില്ലി ഹരിക്കണം 3 സമം 20 മില്ലി. 1 മണിക്കൂർ എടുത്ത് മദ്യപിക്കുക. അപ്പോൾ ഏകദേശം 120 മുതൽ 180 മുകളിൽ വെള്ളം കുടിക്കുക. നന്നായി ഭക്ഷണം കഴിക്കുക. ആഹാ. ഇനി അതിനെക്കുറിച്ച് എനിക്കറിയില്ല, കാരണം ഞാൻ മദ്യപിച്ചിട്ടില്ലല്ലോ. ഞാൻ സത്യത്തിൽ ഇത്തരത്തിലൊരു ലൈവ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ എത്തി, നമ്മുടെ ബിനു സാർ അറിയാതെങ്കിലും അവിടെ കൊണ്ട് എത്തിച്ചു. അതായത് നമ്മുടെ സമൂഹത്തില് ഈ മദ്യം എന്ന് പറയുന്നത് എന്തോ ഒരു വേണ്ടാത്ത വസ്തുവാണ്, അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു വസ്തുവാണ്, ഒരു വേറിട്ടൊരു സാധനമായിട്ടാണ് കാണുന്നത്. ആ ധാരണ മാറ്റണം. ആ ധാരണ മാറ്റിയിട്ട് നമുക്കതൊരു സാധാരണ ഒരു ജ്യൂസ് പോലെ, അല്ലെങ്കിൽ ഒരു നമ്മൾ മനസ്സിലായില്ലേ, കടയിൽ പോയി ഒരു ചായ കുടിക്കുന്നത് പോലെ അത്ര സിമ്പിൾ വൽക്കരിക്കണം. അത്ര സിമ്പിൾ വൽക്കരിച്ചു കഴിഞ്ഞാൽ ഇത് മദ്യപിച്ചുകൊണ്ട് അങ്ങാടി കിടക്കുന്ന ആൾക്കാരുണ്ടാവില്ല. അത് മാത്രമല്ല, നാണക്കേടാകരിക്കുകയും ചെയ്യും. ഇപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ഈ യൂറോപ്യൻസ് വീട് പണിയെടുക്കുമ്പോൾ അവരുടെ ഓരോ ഏരിയയിലുള്ള പുല്ല്, ലാൻഡ്സ്കേപ്പ് ഒക്കെ, അവിടെയൊക്കെ എന്താ പറയാ, ആ പുല്ലുകളൊക്കെ വെട്ടി ഒതുക്കേണ്ട ഉത്തരവാദിത്വം അവരുടെ ഉത്തരവാദിത്തമാണെന്നുള്ളത്. ആ താമസിക്കുന്ന വീട്ടുകാരുടെ ഉത്തരവാദിത്തമാണ് ലോണ് അരിഞ്ഞ് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കളിയാക്കും. അയൽവക്കക്കാര് അവരെല്ലാരും ക്ലിയർ ആയിട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഇവൻ അവന്റെ മുറ്റം ഇങ്ങനെ കാട് പിടിച്ച പോലെ കിടന്നു കഴിഞ്ഞാൽ പോറല്ലേ. അതുപോലെ അവിടെ എല്ലാവരും മദ്യപിക്കുന്നവരാണ്. മുഴുവൻ ആൾക്കാരും മദ്യപിക്കുന്നുണ്ട്. അവര് ഒരു പക്ഷെ അവര് വൈകുന്നേരം അങ്ങാടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വിശാലമായി വന്നൊരു പെക്കൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് എന്തെങ്കിലും കളിയൊക്കെ കളിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ നോക്കി ആവശ്യത്തിന് ഫുഡും കഴിച്ച് എൻജോയ് ചെയ്ത് അവർ എഴുന്നേറ്റ് പോകും. അങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോൾ അവിടെ ഒരു പ്രശ്നവും വരുന്നില്ല. ആരും മദ്യപിച്ച് വഴി കിടക്കുന്നില്ല ഇവിടെ. എന്നാൽ അവരിയ്ക്കുന്ന ആ ചായ കുടിക്കുന്നത് പോലെ ഇരിക്കുന്ന ആ ബിയർ പാർലറിൽ നേരെ മുന്നിൽ ആവശ്യമുള്ള സാധനമില്ല. ഏത് പോലീസ് അവിടെ നിന്ന് നോക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ല എവിടെയും. അത്തരം വീഡിയോകളിലോ മറ്റോ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല, അവിടെ താമസിക്കുമ്പോൾ ലാൽ പി തോമസ് എന്ന് എന്റെ സുഹൃത്തുണ്ട്. ഈ ലൈവ് അദ്ദേഹം കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്റെ എല്ലാ വീഡിയോകളും കാണുന്ന ആളാണ്. അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ, അമേരിക്കയിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ, അവരുടെ ആ ടെക്സാസിലും അതുപോലെ കാലിഫോർണിയയിലും ആ മേഖലയിലൊന്നും അത്തരത്തിൽ ആരും കിടക്കുന്നതായിട്ട് മൂപ്പര് കണ്ടിട്ടില്ല എന്നാണ്. ഇത്രയോ വർഷങ്ങളായി അവിടുത്തെ സിറ്റീസനാണ് അദ്ദേഹം പറയുന്നത്. ആരും അങ്ങനെ കിടക്കാറില്ല. അതുപോലെ കുടിച്ചിട്ടിറങ്ങുന്നതിന്റെ പിന്നാലെ പോലീസ് പോകാറുമില്ല. കാരണം അത്തരത്തിൽ ആരെങ്കിലും ഒന്ന് ആടിപ്പോയാൽ അവർക്ക് നാണക്കേടാണ്. അതുകൊണ്ട് അവരുടെ കപ്പാസിറ്റി എത്രയെന്ന് അവർക്കറിയാം. അതിനേക്കാളും പകുതി അവർ കഴിക്കും. ജസ്റ്റ് ഒരു എൻജോയ്മെന്റിന് വേണ്ടി മാത്രമാണ് കഴിക്കുന്നത് എന്ന നിലയിലേക്ക് അവർ കഴിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വെക്കുന്ന ആ മദ്യത്തിന്റെ അത്രയും അളവൊന്നും അമേരിക്കയിൽ വെക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനും എന്റെ മകനും മാസത്തിൽ ഒരു തവണ മദ്യപിക്കും. പക്ഷെ അവൻ പുറത്തുപോയി മദ്യപിക്കില്ല. അവൻ പറയുന്ന അപ്പയുടെ കമ്പനി കൂട്ടുകാരുടെ കൂടെ കിട്ടില്ല എന്നാണ്. അത് തന്നെയാ പറഞ്ഞത്. പെരുന്തമണ്ണയുള്ള എന്റെ സുഹൃത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അവര് ഇരുന്ന് ഒരുമിച്ച്. കാരണം അതൊരു കുഴപ്പമായിട്ട് കാണാഞ്ഞാൽ മതി. ഒരു പ്രശ്നമായിട്ട് കാണാഞ്ഞാൽ മതി. ഒരു വിഷയമല്ല. കാരണം ഈ കാലഘട്ടത്തിൽ എല്ലാം ഉണ്ട്. അത് കഴിക്കുന്നുണ്ട്, കഴിക്കാത്ത ആൾക്കാരില്ല. പിന്നെ ഒരു ലേശം മദ്യപിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭൂലോക ഫ്രോഡായി അറിയപ്പെടുന്നു. ഒരു സാമൂഹ്യ ദ്രോഹിയായിട്ട് അറിയപ്പെടുന്നു. എന്നാൽ സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം വരുന്ന പ്രധാന മാർഗമാകട്ടെ ഈ മദ്യമാണ്.
ആ മദ്യം ഇത്ര കോടിക്കണക്കിന് രൂപയുടെ മദ്യം വിറ്റിട്ട് 300 കോടി രൂപയുടെ മദ്യം ഉപയോഗിച്ചിട്ട് പിന്നെ ആ മദ്യം വാങ്ങി കഴിക്കുന്ന ആൾക്കാർ മോശക്കാരും ആ മദ്യത്തിന് ചെലവഴിക്കുക പണം നല്ലതും എങ്ങനെയാണ് ആകുന്നത്? ഉജ്ജ്വൽ ശർമ്മ कैसा से हो? സുനോ സുനോ കേട്ടത്. അപ്പോ ഇതിപ്പോ എവിടുന്ന അത്ര ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്നത്? മദ്യം കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ മദ്യം നമ്മെ കഴിക്കാനും വന്നാൽ മതി. മദ്യം നമ്മെ കഴിക്കുന്ന സാഹചര്യമാണ് സാറേ ഇപ്പൊ ഉണ്ടാകുന്നത്. അതിനാണ് ഇപ്പൊ സർക്കാർ പ്രാധാന്യം കൊടുക്കുന്നത്. ആ രീതിയില് വളരെ എന്താ പറയാ വളരെ നല്ല രീതിയിൽ നമുക്ക് മാറാൻ കഴിയും. ഇപ്പോഴും നമുക്ക് മാറാൻ കഴിയും. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറണം. അതായത് മദ്യം എന്നത് എന്തോ ഒരു വേണ്ടാത്ത ഒരു മോശം വസ്തുവാണ് എന്നുള്ള ഒരിത് മാറണം. കഹാ സെ ഹോ? കഹാ ഹെ? കേരള സെ? हमको ठीक से नहीं मालूम. ओके, ये मलयाളം. ഇതിനെ മോളെ രക്ഷിക്കണ്ടേ? ഇവിടെ നമുക്കത് കൊണ്ടുവരണോ? उज्ज्वल शर्मा, आप मेरा व्हाट्सएप में व्हाट्सएप करो. यूट्यूब से वीडियो का लास्ट एंड में. ओके, मेरा व्हाट्सएप नंबर है राजस्थान से. हाँ, ओके ओके ओके. राजस्थान कैसा है उधर? ഓക്കെ. അപ്പൊ അത് സംസാരിച്ചുകൊണ്ടിരിക്കും. അതൊരു എന്താ പറയാ മോശക്കാരനല്ലാന്ന് തോന്നുന്നു. ഉജ്ജ്വൽ ശർമ്മ. അപ്പോ ഹായ്. അപ്പോ ഞാൻ പറയുന്നത് മൊത്തത്തിലൊന്ന് മാറണ്ടേ? മദ്യം കഴിക്കുക എന്നുള്ളത് പിന്നെ ഒരു എന്താ പറയാ इधर तो बहुत ठंड है आपकी तरफ ठंड. हाँ, ठंडा नहीं इधर, थोड़ा गर्म है इधर. जास्ती नहीं, थोड़ा गर्म. ഓക്കെ. അപ്പോ ഈ മദ്യം എന്ന് പറയുന്നത് സത്യത്തിൽ ഞാൻ ഇത്ര തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് കഴിക്കുന്നത് ഒരു മഹാപാപമാണെന്നുള്ള ധാരണ മാറ്റി അത് സർവത്ര സുലഭമാക്കാൻ നോക്കുക. അത് പബ്ലിക് സ്പേസിൽ ഇരുന്ന് മദ്യപിക്കുന്നത് തെറ്റാണ് എന്നുള്ള ആ രീതി അങ്ങോട്ട് മാറ്റുക. അത് നാണക്കേടാണ് എന്ന നിലയിൽ അത് പഠിപ്പിക്കുക. എഡ്യൂക്കേഷൻ പഠിപ്പിക്കുക. ഒരാള് പരസ്യമായിരുന്നു മദ്യപിക്കുക എന്ന് പറയുന്നത് എങ്ങനെ? ഒരു കൂൾ ബാറിൽ കയറിയിരുന്ന് മദ്യപിക്കുന്നതോ അത് എവിടെയാണോ ഇരുന്ന് മദ്യപിക്കാൻ അനുവദിച്ചിട്ടുള്ളത് ആ സ്ഥലം ഒഴികെ മറ്റെവിടെ ഇരുന്ന് മദ്യപിച്ചു കഴിഞ്ഞാലും അത് മോശമാണ്, അത് നല്ല ഒരു രീതിയല്ല, വളരെ മോശമാണ് എന്ന നിലയിൽ അവനെ എഡ്യൂക്കേറ്റ് ചെയ്യാം. അയാളെ കുറിച്ച് മറ്റുള്ളവർ മോശമായിട്ടാണ് കാണുന്നത് എന്ന് സ്വയം അവൻ മനസ്സിലാക്കുന്ന വിധത്തിൽ എഡ്യൂക്കേഷൻ നടത്തുക. ഓരോന്നും കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഇത് ഓരോ ദിവസം കഴിയുന്നതോറും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ കഴിഞ്ഞ ന്യൂ ഇയറിന് എത്ര രൂപയുടെ മദ്യം വിറ്റിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതലാണ് ഇപ്പൊ വിൽക്കുന്നത്. ഇപ്പൊ വിൽക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും അടുത്ത തവണ വിൽക്കുന്നത്. അതായത് ഒരു വിഭാഗം ഇവിടെ സമ്പാദിച്ചു വെക്കുന്ന അവന്റെ വരുമാനം, ആ വരുമാനമെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് തീർത്ത് അവൻ നിത്യരോഗിയായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ഇപ്പോഴത്തെ ഈ മദ്യ നയമാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ മദ്യം വിതരണം ചെയ്യുന്ന രീതിയും നിയമങ്ങളുമാണ്. അതുകൊണ്ട് ഈ വിതരണം ചെയ്യുന്ന രീതിയും നിയമങ്ങളും മാറണം. ബിവറേജിൽ മാത്രമേ മദ്യം കിട്ടൂ എന്നുള്ള സ്ഥിതി മാറണം. സർവ്വതന്ത്ര സ്വതന്ത്രമായിട്ട് എല്ലാ സ്ഥലത്തും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആരും അങ്ങനെ മദ്യപിക്കാനും പോകുന്നില്ല. മദ്യപാനം ഒഴിവാകും എന്നുള്ള അഭിപ്രായമുള്ളത്. കാരണം എല്ലായിടത്തും കിട്ടുന്ന മുതൽ ആർക്കും വേണ്ടാന്നേ, അതാർക്കും വേണ്ട. അപ്പൊ അതുകൊണ്ട് അതൊരു വിഷയമല്ല. മാത്രമല്ല പരസ്യമായിട്ടിരുന്ന് മദ്യം കഴിക്കുകയില്ല. മദ്യപിച്ച് വരുന്നവന് ഇവിടെ ജോലിയില്ല, മദ്യപിച്ചവന് വരുന്നവന് ഒന്നും കിട്ടില്ല. കാരണം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഒരു വിലയില്ലാത്ത ഒരാളായി സമൂഹത്തിൽ കാണപ്പെടും. എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട്,
പക്ഷെ ശരി തന്നെ, ആദാത മേഖലയിൽ ഇരുന്ന് മദ്യപിക്കുന്നവനും ഓക്കെ. ബാക്കിയുള്ള എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നാണക്കേടാണ്. എന്താ ചങ്ങായിച്ച് കാണിക്കുന്നതെന്ന് ചോദിക്കുന്ന നിലയിൽ മറ്റുള്ളവർ പെരുമാറാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരാൾ എവിടെയും കള്ളു കുടിച്ചിട്ട് കിടക്കില്ല. നിങ്ങൾ കേരളത്തിൽ നോക്ക്, ഗ്രാമങ്ങളിൽ മുഴുവൻ. നഗരങ്ങളിൽ നഗരങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ഭാഗങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ പൊതുവെ മറ്റ് സ്ഥലങ്ങളിൽ, മലബാർ മേഖലകളിൽ കുറവാണത്. മറ്റിടങ്ങളിലൊക്കെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നാലെണ്ണം അല്ല, ആന മൈക്കൊക്കെ ടസ്കറും ഒക്കെ വാങ്ങി കഴിച്ചിട്ട് റോഡിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാം. എന്നിട്ട് രാവിലെ വരെ അങ്ങനെ കിടന്നിട്ട് രാവിലെ അങ്ങോറിൽ ചെന്നിട്ട് പെണ്ണുങ്ങളെയും കുട്ടികളെയും മെക്കിട്ട് കയറി പിന്നെ അവിടെ നിന്നുള്ളത് പിടിച്ചു പറിച്ച് ഈ രീതിയിലുള്ള മദ്യപന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ ബിവറേജ് തുറന്നു വെച്ചിട്ടിരിക്കുന്നത്? അതുകൊണ്ട് അത് വേണ്ട. ശരിക്ക് ഓരോ സ്ഥലം മുതൽ അധ്യാപകരും വീട്ടില് പിന്നെ രക്ഷിതാക്കളും ഒക്കെ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം, എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെ പ്രൈവറ്റ് ട്രെയിനിൽ ബിയർ കിട്ടും, നമ്മുടെ കയ്യിൽ മദ്യം കഴിക്കും. പക്ഷെ അലമ്പുണ്ടാക്കിയാൽ പിന്നെ ജയിലിൽ നോക്കും. അതാണെന്നേ. നിങ്ങൾക്ക് മദ്യപിച്ച് പോകാം, നോ പ്രോബ്ലം. ഏത് കൂൾ ബാറിലും നിങ്ങൾക്ക് ഇരിക്കാം, ഏത് കൂൾ ബാറിൽ നിന്ന് നിങ്ങൾക്ക് മദ്യപിക്കാം. പക്ഷെ നടന്നു പോകുമ്പോൾ ആടുകയോ കയറുകയോ മറ്റാരുടെങ്കിലും മേക്കിട്ട് കയറുകയോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം വന്നാൽ വലിയ പിഴയും അകത്ത് കിടക്കുന്ന സാഹചര്യവും കൊണ്ടുവന്നാൽ മതി. എല്ലാ സ്ഥലത്തും മദ്യം സുലഭമായിട്ട് ലഭിക്കും. മദ്യപാനം കുറഞ്ഞു വരും, നല്ല ഉറപ്പാണ് കുറയുന്നുള്ളത്. നമ്മൾ ഈ പിന്നെ വീഡിയോ കയറി പോകാത്തതിന്റെ കാരണം എന്നറിയാം, വീഡിയോ ലൈക്ക് കുറവാണ്. നമ്മൾ കുറെ ആൾക്കാർ വന്നു, നമ്മൾ സംസാരിക്കുന്ന ഒരു ചെറിയ വിഷയമൊന്നും അല്ല കേട്ടോ, വലിയ വിഷയമാണ്. കൊട്ടാരം ക്രിയേഷൻസ് പറഞ്ഞത് ഇവിടെ പ്രൈവറ്റ് ആയിട്ട് ട്രെയിനിൽ ബിയർ കിട്ടും, അവരുടെ കയ്യിൽ മദ്യം ഉണ്ടെങ്കിൽ അത് കഴിക്കാം, പക്ഷെ അലമ്പുണ്ടാക്കിയാൽ പിന്നെ ജയിലിൽ നോക്കിയാൽ മതി. അങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ മറ്റുള്ളവർ മോശമാക്കി കാണുന്നില്ല. അത് കഴിക്കുന്നു, അത്രേ ഉള്ളൂ, അതിലപ്പുറത്തേക്കൊന്നുമില്ല. കാരണം അവരും അങ്ങാടിയിൽ ഇരുന്ന് കഴിക്കുന്നതാണ്. പക്ഷെ ആരും ആടൂല, ആരും മറ്റൊരാൾക്ക് ശല്യമാകില്ല. അതവര് അങ്ങനെ തന്നെ നടക്കും, അങ്ങനെ ജീവിക്കും. ഒന്ന് ആടിക്കഴിഞ്ഞാൽ അത് സാമൂഹ്യ ദ്രോഹമായി കണ്ടുകൊണ്ട് അപ്പൊ തന്നെ അതിന് നടപടി എടുക്കുന്ന രീതി, നേരെ കൊണ്ടുപോകാ, തൂക്കിയെടുക്കുക, വലിയ ഫൈന്, പറ്റാത്ത ഫൈന് കൊണ്ട് അടിക്കുക, പിന്നെ അവന് ആടി നടക്കൂല. മദ്യപിക്കുന്നതിന് ഒരു എതിരും കൊടുക്കണ്ട, പക്ഷെ ആടി നടക്കുന്നവനെ മാത്രമേ ശിക്ഷിക്കാവൂ. അവിടെയും നമ്മൾ ഫൈൻ ഉണ്ടാക്കാൻ നിൽക്കരുത്. ശശി പെരിന്തൽമണ്ണ കൊളപ്പുള്ളിയാണെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഇന്ത്യയിലെ ശിക്ഷാ നിയമം മാറ്റണം. നമ്മളൊന്നും പറഞ്ഞാൽ മാറ്റൂല, പക്ഷെ മദ്യപിക്കാൻ പഠിപ്പിച്ചാൽ മതി. മദ്യപാനം അങ്ങാടിയിൽ ഇരുന്ന് മദ്യപിക്കുന്നത് ശരിയല്ല എന്നും, അത് ബിയർ പാർലറുകൾ, കൂൾ ബാറുകൾ അതുപോലെ സ്ഥലത്ത് മദ്യപിക്കാമെന്നും, അവിടെ നിന്ന് മദ്യപിച്ചു കഴിഞ്ഞാൽ അധികമായിട്ട് കഴിക്കാൻ പാടില്ല എന്ന്, അധികമായി കഴിച്ച് ആടിക്കഴിഞ്ഞാൽ വലിയ ഫൈൻ കൊടുക്കേണ്ടി വരുമെന്നും നോക്കുക. അത് മറ്റുള്ളവരെ ശല്യപ്പെടുത്തണമെന്നൊന്നുമില്ല, ഒന്നും ചെയ്യണമെന്നില്ല. കൊട്ടാര ക്രിയേഷൻസ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ മതി. അതല്ല, ബിനു സാർ പറഞ്ഞതാണ് എന്റെ ശരിയായത്. മദ്യം കഴിച്ചിട്ട് രണ്ടുപേരുടെ മുതുകത്ത് കയറിയില്ലെങ്കിൽ എന്ത് രസം. അതെന്താണെന്നറിയാം, ഞാൻ മദ്യം കഴിച്ചിട്ടുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാ. എനിക്ക് നല്ല ഉറപ്പാണ്, മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ ബോധമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. നല്ല ബോധമുണ്ട്, നല്ല ചൂരലും കൊണ്ട് കാക്കിയെ കണ്ടു കഴിഞ്ഞാൽ ഏത് ബോധമല്ലാത്തതിനും എഴുന്നേറ്റ് ഓടുന്നതാണ്. മദ്യത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്, മയക്കുമരുന്നിന്റെ കാര്യമല്ല. ശരിയല്ലേ സാറേ? മദ്യത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്, മയക്കുമരുന്നിന്റെ കാര്യമല്ല. അതുകൊണ്ട് എന്താ മനസ്സിലാക്കുന്നത്, മദ്യം എന്ന് പറയുന്നത് അവനറിയാം, അവന്റെ എത്ര കിറുങ്ങി കടന്നു കഴിഞ്ഞാലും അവന് ബോധമുണ്ട്. ബോധമില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. മദ്യം കഴിച്ചിട്ട് ബോധമില്ലാതെയാണോ പെരുമാറി എന്ന് പറയുന്നത് വെറുതെയാണ്. ആ പറച്ചിൽ ശരിയല്ല. മയക്കുമരുന്ന് അല്ല ഡ്രഗ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഭ്രാന്തന്മാരെ പോലെ പെരുമാറി എന്നൊക്കെ വരാം. പക്ഷെ ഇതുള്ള വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു എഡ്യൂക്കേഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ യുവതലമുറ മുഴുവൻ വഴിപഴിച്ചു പോകും. ഒരു കാലത്ത് കള്ളുഷാപ്പും ചാരഷാപ്പും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അത് ബിവറേജും ബാറും ഒക്കെ ആയി മാറിക്കഴിഞ്ഞപ്പോൾ, ബാറായിരുന്നു പിന്നെ ബിവറേജായി മാറിക്കഴിഞ്ഞപ്പോൾ, പണ്ടൊക്കെ കോളേജിൽ കിട്ടിയിരുന്ന മയക്കുമരുന്ന് ഇന്ന് സ്കൂൾ മുതൽ കിട്ടിത്തുടങ്ങുന്നുണ്ട്. അതിനർത്ഥം ഇതൊക്കെ വലിയ മാരകമായ വിപത്താണ് എന്നവർക്ക് അറിയാഞ്ഞിട്ടല്ല. ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും വരുന്ന, എല്ലാവർക്കും യൂസ് ചെയ്യാൻ കഴിയുന്ന ലഹരികളുണ്ട്. ആ ലഹരികൾ
അതീവ ഗുരുതരമായ ലഹരികളായി മാറുകയും എന്നാൽ മറ്റു വ്യവസായ മേഖലകൾ, ലഹരിയുടെ വ്യവസായ മേഖലകൾ രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പുതിയ തലമുറ വഷളാവും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്കൂൾ കുട്ടികളായാലും കോളേജ് കുട്ടികളും സിനിമാ മേഖലയിലായാലും ലഹരി ലഭിക്കുന്നുണ്ട്. ആരെയാണ് പിടിക്കുന്നത്? ആരെയാണ് പിടിക്കുന്നത്? അവസാനത്തെ കണ്ണികളെ, ഇല്ലേ? അവസാനത്തെ കണ്ണികളെയാണ് പിടിക്കുന്നത്. ഇപ്പോ ഒരു MLA-യുടെ മകന് കഞ്ചാവ് ഉപയോഗിച്ചതിന് FIR ഇട്ടത് വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് അവസാനത്തെ കണ്ണിയാണ്. അവർക്ക് ആ സാധനം എത്തിച്ചു കൊടുത്ത ആൾക്കാരുണ്ട്. ആ വ്യക്തികൾക്ക് അത് എത്തിച്ചു കൊടുത്ത ആൾക്കാരുണ്ട്. ആ രണ്ടുപേരും ഇപ്പൊ സേഫാണ്. ആ രണ്ടു കൂട്ടരും സേഫാണ്. ഉത്തരേന്ത്യയിലേക്ക് കഞ്ചാവ് വളർത്താൻ കഴിയുന്ന, കാട് പോലെ വളർത്താൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ ആയിരിക്കും അവർ പക്ഷെ കൊണ്ടുവരുന്നത്. കുറ്റമല്ലാത്ത നിയമത്തിനുള്ളിൽ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതായിക്കോട്ടെ. ഏതായാലും ഇവിടെ ഇത് കൊണ്ടുവന്ന്, ഇവിടെ ഇത് നിയമവിരുദ്ധമാണല്ലോ. ഇവിടെ കൊണ്ടുവന്ന് അത് വിതരണം ചെയ്തവന് ഇല്ല, അവൻ സുരക്ഷിതനാണ്. അത് ഉപയോഗിച്ചവനാണ് അകത്ത്. സത്യത്തിൽ ആ ഉപയോഗിച്ചവനെ പിടിച്ചുകൊണ്ട് അതിന്റെ സോഴ്സ് കണ്ടെത്തി അവനിലൂടെ ഇവിടെ അത് ഇല്ലാതാക്കാൻ കഴിയും. അതിന് നമ്മുടെ സർക്കാർ ശ്രമിക്കുന്നില്ല. നമ്മുടെ മധു സാറ് ആദ്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ സർക്കാർ ഒരിക്കലും അത്തരത്തിൽ കേന്ദ്ര ബിന്ദുവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ പിടിച്ച് അതിനെ നശിപ്പിച്ച് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. ഏതുപോലെ എന്ന് വെച്ചാൽ ഒരുമാതിരി പ്ലാസ്റ്റിക് നിരോധനം പോലെയാണ്. 50 പൈസന്റെ 1 രൂപയുടെ പ്ലാസ്റ്റിക് കേസ് ഇപ്പൊ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്, ഇപ്പോഴും കിട്ടാനുണ്ട്. അത് നിർമ്മിക്കുന്ന സ്ഥലങ്ങൾ ഇന്ന് വരെ സീസ് ചെയ്തിട്ടില്ല. അത് കൃത്യമായി അവിടെ നിർമ്മിക്കുന്നു, അത് പീടികകളിൽ എത്തിക്കുന്നു. കച്ചവടക്കാർ അത് പുറത്തേക്ക് എടുക്കണമെങ്കിൽ അപ്പോൾ അവർക്ക് ഫൈൻ അടിച്ചു കൊടുക്കുന്നു. അതല്ല വേണ്ടത്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ കണ്ണികളാണ്. അവർക്ക് അവരുടെ കടയിലുള്ള സാധനം എങ്ങനെയെങ്കിലും വിറ്റ് തീർക്കണം, ഉപജീവന മാർഗമുണ്ട്, അതുകൊണ്ട് അന്നം തേടുന്ന ആൾക്കാരാണ്. പക്ഷെ മറ്റുള്ളവർ അതല്ല. അവരത് വലിയ വ്യവസായമായി കാണുന്നവരാണ്. ഇവിടെ ലഹരിന്റെ കാര്യം നോക്കിയാലും മയക്കുമരുന്നിന്റെ കാര്യം നോക്കിയാലും എല്ലാം ഒരു വ്യവസായമായിട്ട് തന്നെ കാണുന്നവരാണ് മൊത്ത കച്ചവടക്കാർ. അവർക്ക് പക്ഷേ ഈ പൊളിറ്റീഷ്യന്മാരുടെ ദോഷമാണ്. അതാണ് എന്റെ പ്രശ്നം. അവരൊന്നും തൊടൂല, നമ്മുടെ സർക്കാരും തൊടൂല, നമ്മുടെ പോലീസും തൊടൂല, ആരും തൊടൂല. ഇവിടെ മദ്യപിക്കുമ്പോൾ നോക്കിക്കോളൂ. ഇപ്പോ നമ്മളെ ജയറാം വെങ്കട്ടരാമൻ കണ്ടില്ലേ? കള്ളും കുടിച്ചിട്ട് വന്നിട്ട് ഒരു മാധ്യമ പ്രവർത്തകനെ കാലടിച്ചു. എന്നിട്ട് എന്തായി? ഒന്നുമായില്ല. എന്നാൽ ഒരു മദ്യവും കഴിക്കാതെ ഒരു കാർ ഓടിച്ച് ഒരു സ്കൂട്ടറുകാരൻ മുന്നിൽ വന്ന് കയറി, റോങ് ആയിട്ട് വന്ന് കയറി. ഇയാൾ ചവിട്ടാനൊക്കെ ചവിട്ടി, പക്ഷെ സ്കൂട്ടർ കൊണ്ടുവച്ച് വിലങ്ങായി ഇടിച്ചു. ആ ആള് മരിച്ചുപോയി. അയാൾക്ക് ഇന്ന് കയറി ഇറങ്ങി നടക്കുകയാണ്. മിക്കവാറും ശിക്ഷ ഉറപ്പാണ്. അതാണ് നമ്മുടെ കാലം. ഒരു ആക്സിഡന്റ്, സാധാരണ ആക്സിഡന്റ്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷത്തിൽ പറഞ്ഞത്. സൈഡ് റോഡിൽ നിന്ന് കയറുന്ന ആൾക്കാർ മറ്റു റോഡുകളിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കി കയറണം എന്നുള്ളത് നിയമമാണ്. പക്ഷെ ഈ NH കൂടെ പാഞ്ഞു വന്ന സ്ഥലത്തേക്ക് ബൈ റോഡിൽ നിന്നൊരു വാഹനം കയറിയപ്പോ, സ്കൂട്ടർ കയറിയപ്പോ അയാള് വേഗം അങ്ങോട്ട് ക്രോസ് ചെയ്തു, വണ്ടി കൊണ്ടുവന്ന് ഒറ്റയിടി കയറുന്നു. പക്ഷെ കാറ് വളരെ സ്പീഡ് കുറച്ചാണ് വന്നത്. പക്ഷെ എന്നിട്ടും അത് തട്ടി മരണപ്പെട്ടു. അപ്പോൾ അത് വലിയ കേസാണ്. പക്ഷെ ഇവിടെ നമ്മുടെ ജയറാം വെങ്കട്ടരാമൻ അവിടെ ഒരാളെ കൊന്നു കഴിഞ്ഞപ്പോൾ അതൊരു പ്രശ്നമേ അല്ല. ഇതിനിടയിൽ 24-ന്റെ വേറെ 2 കുട്ടികൾ, ഓരോ വാഹനം പോയിട്ട് 2 സ്കൂൾ കുട്ടികളെ സൈഡിൽ കയറിയിട്ട്, എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കുനിഞ്ഞു കുപ്പിയെടുത്തതാണ്. അപ്പോഴേ റോങ് ആണ്, പാളിയതാണത്. അതാണ് എന്റെ വാസ്തവം. കണ്ടുവന്നവർ പറഞ്ഞതാണ്. ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ കാര്യമാണ്. അവിടെ എനിക്ക് പരിചയമുള്ളവരുണ്ട്, അത് നേരിട്ട് കണ്ടവരുണ്ട്. അവർ കുറെ വീഡിയോസ് എനിക്ക് അയച്ചു തന്നു. ഞാൻ എന്റെ ചാനലിൽ ഇടുകയും ചെയ്തു. അത് വണ്ടി ഓടിച്ചുകൊണ്ട സമയത്ത് പെട്ടെന്ന് അവിടെ കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. റോഡ് പണീന്റെ ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഫാസ്റ്റ് ആയിട്ട് പോവാണ്. ഫാസ്റ്റ് ആയിട്ട് ആക്സിലേറ്റർ ചവിട്ടിക്കൊണ്ട് കുനിഞ്ഞ് അടി നിന്ന് കുപ്പി എടുത്തു. നിവർന്നപ്പോഴേക്കും കുട്ടികളെ തട്ടിക്കഴിഞ്ഞു. വണ്ടി റോഡിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഇതായിരുന്നു സംഭവിച്ചത്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അത് പണക്കാർക്ക് ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ത് ചെയ്തു കഴിഞ്ഞാലും. കൊട്ടാരം ക്രിയേഷൻസ് മദ്യപിച്ച് ഒരു തവണ പോലീസ് പിടിച്ചിട്ടുണ്ട്, പക്ഷേ ഫൈൻ അടയ്ക്കേണ്ടത്. മദ്യപിച്ചാൽ പോലീസ് പിടിക്കില്ലല്ലോ. ബിനു, അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് കൂട്ടത്തോടെ വന്നു തുടങ്ങിയപ്പോഴാണ് ഗഞ്ച കേസുകൾ കൂടുതൽ കണ്ടു തുടങ്ങിയത്. എന്റെ തോന്നൽ ശരിയാണോ എന്ന് അറിയില്ല. അത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് സാറേ. കാരണം ഈ ഗഞ്ചാവ് എന്ന് പറഞ്ഞ സാധനം നോർത്ത് ഇന്ത്യയിൽ സുലഭമാണ്. ചില സ്റ്റേറ്റുകളിൽ ഈ റോഡിന്റെ സൈഡിൽ പോലും കാട് പോലെ വളരുന്നുണ്ട്. ഇവരാണ് ഈ ശംഭു, ഗുഡ്ക, പിന്നെ പാൻപരാഗ്,
പിന്നെ അതുപോലെ കുറെ സാധനങ്ങളുണ്ടല്ലോ ഇവിടെ ഇറക്കുമതി ചെയ്തത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കയറ്റി വയ്ക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവന്നത് ഇവരാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് കൊണ്ടുവന്നത്. സകല ഓഫീസിന്റെയും സകല സ്ഥാപനങ്ങളുടെയും സ്റ്റെയർ കേസ് മുഴുവൻ തുപ്പി അരപ്പാക്കിയതും ഇവർ തന്നെയാണ്. അവരെ നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ എന്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞത്, നമ്മുടെ സംസ്ഥാനത്തിന്റെ അന്തകരാണ് അവർ. നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ലൈവിൽ അത് നമുക്ക് സംസാരിക്കാം. നമ്മുടെ സാമ്പത്തിക നിലയുടെ പോക്ക് വളരെ പോക്കാണ്. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ യൂട്യൂബിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കാണണം. ഇന്ന് തന്നെ ഇന്ന് രാവിലെ ചെയ്ത വീഡിയോ ആണെന്ന് തോന്നുന്നു. ഇന്നലെ രാവിലെ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ സാമ്പത്തികാവസ്ഥ തകരാറിലാക്കുന്നത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. അവർ വന്നതിന് ശേഷമാണ് ലഹരിയുടെ ഉപയോഗം കൂടിയത് ഇവിടെ. അത് അവരിൽ നിന്ന് മറ്റുള്ളവർക്ക് പടർന്നു എന്ന് പറയുന്നതും ശരി തന്നെ അല്ലേ? അങ്ങനെ ഒരു ആകാം. പക്ഷെ രണ്ടായാലും നമ്മൾ ഇന്നത്തെ വിഷയം മദ്യപാനമാണല്ലോ. ഇവിടെ സർക്കാർ ഇത്രയധികം മദ്യം വിൽക്കുന്ന നിലയ്ക്ക് അത് ബിവറേജിൽ നിന്ന് ക്യൂ നിന്നിട്ട് അത് മാത്രമല്ല സാറേ, ഈ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് മാത്രമല്ല, ഈ മദ്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ആണല്ലോ. അവിടെ വിൽക്കുമ്പോ അത് മര്യാദയ്ക്ക് ഒരു വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കാൻ ഇവരാരും തയ്യാറല്ല. ഒരു ഗ്രില്ലിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. പിച്ചക്കാർ ചെന്ന് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുന്നത് പോലെ നിൽക്കണം. അതിന്റെ പുറം ഭാഗം എന്ന് പറഞ്ഞാൽ തുപ്പി തൂറി നാശാക്കി ഇട്ടേക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ നിന്നിട്ട് വേണം ഇതൊക്കെ വാങ്ങാൻ. ഒരു നോട്ടമല്ല, ഒന്നുമില്ല. ബിവറേജിന്റെ അവസ്ഥ ഏകദേശം എല്ലാം അങ്ങനെ തന്നെയാണ്. അതൊക്കെ മാറണം. ശരിക്കും ബിവറേജിന്റെ ഔട്ട്ലെറ്റുകൾ തന്നെ ആവശ്യമില്ല, അതൊക്കെ എടുത്തു പോകണം. എന്നിട്ട് സകല പെട്ടിക്കടയിലും സകല കൂൾബാറിലും, പെട്ടിക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പെട്ടിക്കട അല്ല ഞാൻ ഉദ്ദേശിച്ചത്, കൂൾബാർ പോലെയുള്ള അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ലൈസൻസിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ സ്ഥലത്തും അവർക്ക് വാങ്ങി വെച്ച് ഹോൾസെയിൽ വാങ്ങി വെച്ച് വിൽക്കാനുള്ളത് വേണം. അത് എക്സ്പയർ ഡേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ അതിനുണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ മേൽനോട്ടം വേണം. എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായ മേൽനോട്ടം വേണം. അത് സ്റ്റോക്ക് എടുക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ ഒരു കേന്ദ്രം വേണം. ആ രീതിയിൽ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആകട്ടെ, നിരത്തി വിൽക്കട്ടെ. അങ്ങനെയാണെന്നെങ്കിൽ ഇവിടെ മദ്യത്തിന്റെ അളവ് കുറയും, മദ്യ വിൽപ്പന കുറയും. എന്നും കിട്ടുന്ന സാധനമല്ലേ. ന്യൂ ഇയറിൽ ഇപ്പൊ കൂടുതലൊന്നും ചെലവാകുന്നില്ല. പിന്നെ അങ്ങാടിയിൽ മദ്യം വെച്ച് ഇങ്ങനെ കുഴഞ്ഞു നിൽക്കുന്ന നാണക്കേടായി വരും. പിന്നെ മറ്റുള്ളവർ കാണുക എവിടെയെങ്കിലും വേറെ കുത്തിയിരുന്ന് മദ്യപിക്കുന്നത് മോശമായി വരും. പിന്നെ ഇവിടെ നിന്ന് കുപ്പിയുമായിക്കൊണ്ട് വനത്തിൽ പോയിക്കൊണ്ട് ഉള്ള വേസ്റ്റുകളെല്ലാം അവിടെ തട്ടി വരുന്ന ശീലം മാറും. മദ്യപിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പ്രത്യേകിച്ചുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വീട്ടിൽ, അവിടെ തന്നെ മതി. മറ്റെവിടെയെങ്കിലും മദ്യപിച്ച് ആടുന്നത് കണ്ടാൽ ഫൈന്, ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഫൈന്, അതുപോലെ എന്തായാലും അത്തരത്തിലുള്ള വലിയ ഫൈന്, ശിക്ഷ, തടവ് ശിക്ഷ. ജാമ്യമൊന്നും വേണ്ട, നേരെ അകത്ത് പോട്ടെ, ഒരാഴ്ച അവിടെ കിടക്കട്ടെ, പൈസ അടച്ചാൽ മാത്രം വിടുക എന്ന നിലയിൽ പിന്നെ ആയി കഴിഞ്ഞാൽ ഇത് മാറുമെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ. കാരണം ഒരു 4-5 കേസുകൾ ഇന്ന് ഈ വിഷയം ഇടാൻ കാരണം എന്നറിയാം. ഒരു 4-5 കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട്. 4-5 അത് കൂടുതലുണ്ട്. കുറെ ഒരു ഗ്രൂപ്പായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഒരു 4-5 പേരെങ്കിലും അതിൽ നിന്ന് മദ്യം നിർത്തിയിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ടാക്സ് 230% ഹോ, അത് സാരമില്ലെന്ന് കഴിച്ചിട്ടല്ലേ മിനിസാറെ, അത് കുഴപ്പമില്ല. അത് നമ്മൾ വിളിക്കുന്നതല്ലേ, അതൊരു റെസ്പെക്ട് ആയിട്ട് കൂട്ടിയാൽ മതി. ഈ സായിപ്പന്മാര് സാറേ എന്ന് വിളിക്കുന്നതല്ല, ആ വിളിയല്ല. നമ്മളെ റെസ്പെക്ട് കൊണ്ട് വിളിക്കുന്നത് തന്നെയാണ്. അതൊരു സുഖമാണല്ലോ കേട്ടോ. അതിന് ഒരു മോശമായിട്ട് കണക്ക് കൂട്ടൊന്നും വേണ്ട. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിൽ വളരെ സജീവമായിട്ട് എല്ലാവരും പങ്കെടുത്തു. അതിൽ വളരെ സന്തോഷം. അപ്പോൾ ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത്, കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കണം. മദ്യം കഴിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിക്കണം. എല്ലാം ഈ നാട്ടിൽ മദ്യം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടെന്നും അത് ഏതൊക്കെ ഇനമുണ്ടെന്നും അത് കഴിക്കുന്നത് എന്തിനാണെന്നും അത് കഴിച്ചാലുണ്ടാകുന്ന ഗുണമെന്താണെന്നും അത് കഴിച്ചാലുണ്ടാകുന്ന ദോഷം എന്താണെന്നും പിന്നെ അതിൽ സമൂഹം അത് നമ്മളെ മദ്യപിച്ചു കഴിയുമ്പോൾ നമ്മളെ കാണുന്നത് എങ്ങനെയാണെന്നും ഒക്കെ പഠിപ്പിക്കണം. ഇപ്പോ മദ്യപിച്ചുകൊണ്ട് അങ്ങാടിയിൽ നിൽക്കുന്ന ഒരാളിങ്ങനെ ആടി നിൽക്കുമ്പോൾ അവർ നമ്മളെ കാണുന്നത് വളരെ നികൃഷ്ട ജീവി പോലെയാണ്, അവഗണനയോടെയാണ് കാണുകയെന്നും നമുക്ക് സമൂഹത്തിൽ പിന്നെ ഒരു നിലയും വില ഉണ്ടാകില്ല എന്നും മറ്റുള്ളവർ അങ്ങനെ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് തന്നെ നമ്മളത് പഠിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി മുതിർന്ന് ഒരു ചെറുപ്പക്കാരനാകുമ്പോൾ അങ്ങാടിയിൽ അങ്ങനെ ആടി നിൽക്കില്ല. അപ്പോൾ അവന് സ്കൂൾ തലം മുതൽ മദ്യപാനം
നാളെ ഭാവിയിൽ അവൻ മദ്യപിക്കുന്ന ഒരാളായി തീർന്നു കഴിഞ്ഞാൽ തീരില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അവ എങ്ങനെ മദ്യപിക്കണം എന്നവനെ പഠിപ്പിച്ചു കൊടുക്കും. അതാണ് വേണമെന്ന് പറയുന്നത്. അത് ഇല്ലാത്തതിന്റെ കുഴപ്പമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ നമുക്ക് 9:30ക്ക് നിർത്താട്ടോ. 8:30ക്കാണ് തുടങ്ങിയത്. അല്ലേ? എന്താണ് അഭിപ്രായം? എല്ലാം പഠിക്കണ്ടേ? നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണോ ലഭ്യമാകുന്നത് അത് മുഴുവൻ ലഹരി മരുന്നുകളെ കുറിച്ചൊക്കെ പഠിക്കണം. ലഹരി ആകുമ്പോൾ നമ്മൾ അതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയണ്ട. പകരം കഞ്ചാവായാലും ചരസായാലും ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ടെന്നും അത് സമൂഹത്തിലെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്നും ആ ഉപയോഗിക്കുമ്പോഴത്തെ ഇങ്ങനെ അതിന്റെ രൂക്ഷഫലങ്ങൾ ഇന്നതൊക്കെയാണെന്നും അതിലുണ്ടാകുന്ന സാമൂഹികമായിട്ടുള്ള വെറുപ്പ്, കുടുംബപരമായിട്ടുള്ള വെറുപ്പ്, തകർച്ച, പിന്നെ അതുപോലെ മൊത്തം നമുക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക തകർച്ച, പിന്നെ ജോലി കിട്ടാത്തത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഷ്യൽ സ്റ്റാറ്റസ്, സാമൂഹിക സ്റ്റാറ്റസ്, പ്രതിബദ്ധത, സാമൂഹിക പ്രതിബദ്ധത, പിന്നെ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ. പിന്നെ സാറേ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കാം, നമ്മുടെ പിന്നെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ടേക്കാം, ഒന്ന് എഡിറ്റ് ചെയ്തിട്ടേക്കാം കേട്ടോ. നിങ്ങളത് ഒന്ന് ആൾക്കാരിലേക്ക് ഒന്ന് എത്തിച്ചാൽ മതി. അപ്പോ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കണം. അതായത് ആത്യന്തികമായെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് നമ്മളിൽ നിന്നാണ്, അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നാണ്. നാട്ടുകാരിൽ നിന്ന്, കള്ളുകുടിയന്മാരിൽ നിന്ന് കള്ളുകുടിയുടെ ഗുണവും ദോഷവും പഠിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് ഇടവരരുത്. പകരം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ കുടിച്ചാൽ ശരി, കുടിച്ചില്ലെങ്കിൽ ശരി, രണ്ടായാലും എന്തിനെ കുറിച്ചും അവർ ചോദിക്കും. ചോദ്യം ചോദിക്കാൻ അവർക്ക് കഴിയും. അവർ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് കൃത്യമായ ഉത്തരം കൊടുക്കണം. ഇപ്പോ എന്റെ കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, എന്റെ വൈഫിനോട് ചോദിക്കാറുണ്ട്. നമ്മളൊക്കെ പരസ്യമായിട്ട് സംസാരിക്കാൻ മടിക്കുന്ന പല കാര്യങ്ങളും അവരറിയുമ്പോൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്. അത് അതിനർഹിക്കുന്ന അതേ രീതിയിൽ തന്നെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. അത് നോളജാണ്. നമ്മളത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ വിഷയമാണ്. അതുകൊണ്ട് കള്ളുകുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മദ്യപാനം എന്ന് പറയുന്നതിന് സമൂഹത്തിൽ മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് ചെറിയ പ്രായം മുതൽ തന്നെ മദ്യം എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ ഉണ്ടെന്നും അത് ഈ രീതിയിലാണെന്ന് കൃത്യമായി അവർ പഠിപ്പിച്ചിട്ട് അതിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയും പൗരബോധവും പൗരധർമ്മവും എല്ലാം അതിനകത്ത് വെച്ചുകൊണ്ട് സമൂഹത്തിൽ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ട് നടന്നാൽ മറ്റുള്ളവർ നമ്മളെ കാണുന്നതും അങ്ങനെ കേൾക്കുന്നതും നമ്മളെ അപമാനിക്കുന്നതും നമ്മളെ അവഗണിക്കുന്നതും ഒക്കെ പറഞ്ഞു പഠിപ്പിച്ച് അവരുടെ മനസ്സിൽ ഒരു ധാർമ്മിക ബോധം വെച്ചു കൊടുക്കണം എല്ലാത്തിനെയും കുറിച്ച്. അത് മദ്യത്തെക്കുറിച്ചും ധാർമ്മിക ബോധം വേണം, കുട്ടികളെ കുറിച്ചും സെക്സിനെ കുറിച്ചും ഒക്കെ വേണം, എല്ലാ കാര്യങ്ങളെ കുറിച്ചും വേണം. സെക്സിനെ കുറിച്ച് നമ്മുടെ വില്ലേജ് മലയാളി എന്ന ചാനലിൽ നാളെ മുതൽ കുറച്ച് വീഡിയോസ് വരുന്നുണ്ട്. ഞാനും ഉണ്ട്, ഞാനും വൈഫും കൂടെയാണ് വരുന്നത്. വില്ലേജ് മലയാളി വൈഫിന്റെ ചാനലാണ്. പലരും നമ്മുടെ വീഡിയോസ് കണ്ടതിന് ശേഷം അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പ്രസവ ശേഷം ഉണ്ടാകുന്ന ഡിപ്രഷന്, പിന്നെ സെക്സിന്റെ കുറച്ച് വിഷയങ്ങൾ, പിന്നെ കുട്ടികള്, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആ ചാനലിൽ ചർച്ച ചെയ്യാന്ന് വെച്ചിട്ടുണ്ട്. അതൊരു 3 എപ്പിസോഡ് ഞങ്ങൾ ഇന്നലെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ചെയ്ത് ഇന്നിപ്പോൾ അത് എഡിറ്റ് ചെയ്ത് നാളെ മുതൽ അത് വന്നു തുടങ്ങും. നാളെ ഒരു വീഡിയോ വരും, അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ വരും. ഫസ്റ്റ് വീഡിയോ തന്നെ സെക്സ് ആണ്, ദാമ്പത്യ ജീവിതത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സെക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ചാനലിന്റെ പേര് വില്ലേജ് മലയാളി. നിങ്ങൾക്ക് ആ വില്ലേജ് മലയാളിയിൽ എത്താൻ ഈ ഡിഫറെന്റ് ആംഗിൾസ് ഇല്ലേ നമ്മുടെ ചാനലിന്റെ ഡിഫറെന്റ് ആംഗിൾസ്, അതിൽ ഡിഫറെന്റ് ആംഗിൾസ് .in എന്നുള്ള ആ സൈറ്റിൽ കയറിയാൽ മതി. അതിൽ വില്ലേജ് മലയാളിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജിന്റെയും യൂട്യൂബ് ചാനലിന്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കും. പിന്നെ എന്റെ നല്ലു മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ചാനൽ, അതിനകത്ത് കൊടുത്തിട്ടില്ല നല്ലു മൈൻഡ്. അതിലും നിങ്ങൾ വരിക. ഇതിനുള്ളിൽ ലൈവിൽ വരുന്ന ചിലരൊക്കെ അതിനകത്ത് വരും. ഇത്തരം കാര്യങ്ങളൊക്കെ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് സംസാരിക്കാറ്. ഇതിന്റെ മറ്റതിനകത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്ന ന്യൂസും കളിയാക്കലും ട്രോളും ഒക്കെയാണല്ലോ അതിനകത്ത് വരുന്നത്. അത് അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ലൈവിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും, ചർച്ചയിൽ വന്നിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കൊട്ടാരം ക്രിയേഷൻസ്, വിസ്കി, ബ്രാൻഡി, റമ്മ്, ഗിരി, വോഡ്ക, എന്ത് എനിക്കറിയാം, ബിയർ എനിക്കറിയാൻ പോയി സാറേ, ഇതൊക്കെ നിങ്ങൾക്കേ അറിയുള്ളൂ. ചർച്ച കൂടുതൽ പേരെ എത്തിക്കണം ഈ ചർച്ച. സാറേ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ശരിക്കും സംസാരിക്കണം. ഇത് നമുക്ക് താല്പര്യമുള്ള വിഷയമാണ്. ഓക്കെ, മദ്യപിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ എങ്ങനെ മദ്യപിക്കണം എന്നത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. മദ്യം കഴിക്കുന്നതിനുള്ള ഗുണവും ദോഷവും നമ്മൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് മറ്റൊരാളിൽ നിന്ന് അറിയരുത്. വിദ്യാലയങ്ങളിൽ തന്നെ എന്തൊക്കെയായിട്ട് നമ്മുടെ കുട്ടികൾ ജീവിച്ചു വളരുമ്പോൾ, കുട്ടികൾ മുതൽ
മരണം വരെ എന്തൊക്കെയാണോ അവർ ഇടപഴകേണ്ടി വരുന്നത് അതിനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും എ ടു സെഡ് നല്ലതും ചീത്തയുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അവർക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഏത് എടുക്കണം, ഏത് എടുക്കരുത്, ഏത് എത്രത്തോളം എടുക്കണം, ഏത് എത്രത്തോളം എടുക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി പഠിപ്പിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം. അല്ലാതെ കേവലം ഒരു സർട്ടിഫിക്കറ്റിൽ ഊന്നിയ ഒരു വിഷയമായിരിക്കരുത് എന്നാണ് ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മദ്യം കൊണ്ട് ഗുണമില്ല, ദോഷം മാത്രമേ ഉള്ളൂ. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് അത് ഗുണമാണോ ദോഷമാണോ എന്ന് തീരുമാനിക്കുന്നത്. വിദേശീയർക്ക് അത് ഗുണമാണ്. കാരണം അവരത് അവരുടെ ഫംഗ്ഷനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാവരും പൊട്ടിച്ച് കഴിക്കുന്നു, പോകുന്നു. അതുകൊണ്ട് അവർക്കത് ഗുണമാണ്. പക്ഷെ അത് ഒരുമിച്ച് കുത്തിയിരുന്ന് കഴിക്കുന്നതിന് അത് ദോഷമാണ് താൻ. വീട്ടിൽ അരി വാങ്ങാൻ നിവൃത്തിയില്ലാത്തവൻ കള്ള് വാങ്ങി കുടിക്കണമെങ്കിൽ അത് ദോഷമാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമുക്ക് വീണ്ടും രാത്രി 8:30 മണിക്കൊക്കെ ഇനി അടുത്ത ലൈവ് കണ്ട് വീണ്ടും കാണാം. 24 പേരാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അപ്പോൾ നന്ദി, നമസ്കാരം.